ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, തെറ്റ് തിരുത്താം, ചരിത്രം തിരുത്തരുത് എന്നതാണ് നമ്മളുടെ ഈ പരിപാടിയുടെ ഇന്നത്തെ ഒരു മുദ്രാവാക്യമായിട്ട് ഈ ബാനറിൽ എഴുതി കണ്ടത്. തീർച്ചയായിട്ടും ആ നിലയിൽ വലിയൊരു സാങ്കത്യം ഇന്നത്തെ ഈ പരിപാടിക്ക് ഉണ്ട്, വസ്തുതാപരമായും ആലങ്കാരികമായും എന്നതാണ് ആദ്യം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം. കാരണം ഇങ്ങനെയൊരു വിഷയം, മലബാർ കലാപത്തെ പറ്റി നമ്മൾ കഴിഞ്ഞൊരു വർഷമായി നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാപ്പിള ലഹള എന്നതിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്തായിരുന്നു? ബ്രിട്ടീഷ് വിരുദ്ധ, സാമ്രാജ്യത്വ വിരുദ്ധ വിപ്ലവം എന്നും അല്ലെങ്കിൽ ജന്മിത്വ വിരുദ്ധ കർഷക കലാപം എന്നുമൊക്കെ കൊട്ടിഘോഷിച്ച് ചിലർ ആഘോഷിക്കുന്ന, ചിലർ കൊണ്ടാടുന്ന ഈ സംഗതിയുടെ തനി സ്വരൂപം എന്തായിരുന്നു? ഇത് ആർക്കെതിരെ നടന്ന കലാപമായിരുന്നു? എന്തിനാൽ പ്രചോദിതമായ കലാപമായിരുന്നു? എന്തിനു വേണ്ടി നടന്ന കലാപമായിരുന്നു? ഇതിൻ്റെ എല്ലാം വിവിധ തലങ്ങളും മാനങ്ങളും നമ്മൾ കഴിഞ്ഞൊരു വർഷമായി ചർച്ച ചെയ്യുന്നുണ്ട്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ പോലും, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പോലും ആളുകൾക്ക് കൂടിയിരിക്കാനോ സംഘടിക്കാനോ സാധിക്കാത്ത സാഹചര്യത്തിലും വലിയൊരു സംഘടിത മുന്നേറ്റം ഈ വിഷയത്തിന്റെ യഥാർത്ഥ ചരിത്രത്തെ പുറത്തു കൊണ്ടുവരാൻ, 100 കൊല്ലം കൊണ്ട് നിർമ്മിച്ച വ്യാജ ചരിത്രത്തിന്റെ കോട്ടക്കൊത്തളങ്ങളെ സത്യങ്ങൾ കൊണ്ട്, ആധികാരികമായ വസ്തുതകൾ കൊണ്ട്, ചരിത്രപരമായ തെളിവുകൾ കൊണ്ട് പൊളിച്ചു കളയാനുള്ള വലിയ സംഘടിത മുന്നേറ്റം ഹിന്ദു സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ നമ്മൾ വലിയ അളവോളം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നുണയുടെ പ്രചാരകരെ, അസത്യത്തിന്റെ പ്രവാചകന്മാരെ തുറന്നു കാണിക്കാനും, മലബാർ കലാപത്തെ ഇവർ നിർമ്മിച്ചു വെച്ചിട്ടുള്ള അതിന്റെ തെറ്റായിട്ടുള്ള പ്രഭാവം എല്ലാം നഷ്ടപ്പെടുത്താനും എല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരും ഈ വിഷയത്തിൽ ആദ്യത്തെ പ്രസംഗം കേൾക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസംഗം കേൾക്കുകയോ ആയിരിക്കില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട 3 or 4 പരിപാടികളിൽ പങ്കെടുക്കാത്തവരാരും നമുക്കിടയിൽ ഉണ്ടാവില്ല. എന്നിട്ടും എന്തിനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്നതിലൊരു കൗതുകമുണ്ട്. ഞാൻ ഇതിന്റെ സംഘാടകരോട് ചോദിച്ചിരുന്നു, നമുക്ക് ഓൺലൈനായി നടത്താവുന്നതല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പൊന്നാനിയിൽ നിന്ന് ചെർപ്പളശ്ശേരിയിൽ വന്ന് ഇത്രയും ആളുകൾ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ സംഘടിച്ച് നടത്തേണ്ട ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴത്തെ കൊറോണയുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു 50 ആൾക്കോ അതിൽ കുറവ് ആളുകൾക്കോ മാത്രമേ ഒരു ഓഡിറ്റോറിയത്തിൽ സംഘടിക്കാനുള്ള അനുവാദം കിട്ടുകയുള്ളൂ. നേരെ തിരിച്ച് ഗൂഗിൾ മീറ്റ് പോലത്തെ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിൽ നമുക്ക് 100 പേരോ അതിലധികം ആളുകളെയോ പങ്കെടുപ്പിക്കാം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ചെറുപ്പളശ്ശേരിയിലെ ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് മൈക്ക് വെച്ചിട്ട് ഈ വിഷയം സംസാരിക്കണം? അത് ഈ പരിപാടിയുടെ ബാനറിൽ എഴുതി വെച്ചിട്ടുള്ള തെറ്റ് തിരുത്താം എന്ന സന്ദേശവുമായി ചേർന്ന് പോകുന്നതാണ്. കാരണം ഇവിടെ ഒരു തെറ്റ് അരങ്ങേറിയിട്ടുണ്ട്. ആ തെറ്റിനെ തിരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഇവിടെ സംഘടിച്ചിട്ടുള്ളത് എന്നതാണ്. നിഷ്പക്ഷനായിരിക്കേണ്ട ബാധ്യതയുള്ള, 2 വിഭാഗങ്ങളോടും ഒരുപോലെ പെരുമാറേണ്ട ബാധ്യതയുള്ള, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന്റെ നാഥനായിട്ടുള്ള ജനാധിപത്യത്തിന്റെ സംസ്കാരത്തെ, അതിന്റെ മൂല്യത്തെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ബഹുമാനപ്പെട്ട നിയമസഭയുടെ നാഥനായിട്ടുള്ള സ്പീക്കറാണ് ഈ ചെറുപ്പളശ്ശേരിയിലെ ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നുകൊണ്ട് മാപ്പിള കലാപം മഹത്തായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായിരുന്നു എന്ന് പ്രസംഗിച്ചത്. ഈ വേദിയിൽ തന്നെ വന്നു നിന്ന് വേണം നമ്മൾ പറയാനല്ല, അത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായിരുന്നില്ല, അത് ജന്മിത്വ വിരുദ്ധ കർഷക കലാപമായിരുന്നില്ല, മാപ്പിള ലഹള ഹിന്ദു വിരുദ്ധ വർഗീയ കലാപമായിരുന്നു, മാപ്പിള ലഹള ഹിന്ദു വംശഹത്യയായിരുന്നു. നിങ്ങൾ എങ്ങനെ നുണ കൊണ്ട് കോട്ടകൾ കെട്ടിയാലും അത് ഹിന്ദു വംശഹത്യയായിരുന്നു എന്ന സത്യം അവശേഷിക്കും. അത് ആളുകൾക്ക് ബോധ്യപ്പെടുന്നത് വരെ നമ്മളത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ നിലയിൽ ഇവിടെ അരങ്ങേറിയ ഒരു തെറ്റിനെ തിരുത്തേണ്ടതുണ്ട് എന്ന ബാധ്യത കൊണ്ടാണ് സംഘാടകരെ കൂടി ആ നിലയിലുള്ള ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഭാഗമായിട്ടാണ്, ആ നിലയിലുള്ള വാശി കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ധാരാളം തെറ്റുകൾ തിരുത്താനുണ്ട്. വലിയ ഗതികേട്, വലിയ ദൗർഭാഗ്യം, വലിയ നിർഭാഗ്യം നേരിട്ടൊരു സമാജമാണ് നമ്മൾ. മാനുകളുടെ ചരിത്രം എഴുതാൻ സിംഹങ്ങളെ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പൊതുവെ പറയാറുണ്ട്. മാനുകളുടെ ചരിത്രം എഴുതാൻ സിംഹത്തിനെ ഏൽപ്പിച്ചാൽ എന്തായിരിക്കും ആ ചരിത്രം മാനിനെ പറ്റി പറയുക? മാന് പണ്ട് തൊട്ടേ സിംഹത്തിന് ഇരയാവുന്ന ജീവിയാണ്. സിംഹത്തിന് ഇരയാവുക എന്നുള്ളതാണ് മാനിന്റെ പരമമായ ധർമ്മം. സിംഹത്തിന് ഇരയാവുന്നതിലൂടെ മാത്രമേ മാനിന് മോക്ഷമാർഗം സാധ്യമാവുള്ളൂ. എന്നാൽ സിംഹത്തിന്റെ പക്ഷത്ത് നിന്നായിരിക്കും മാനിന്റെ വേദനയെ, മാൻ അനുഭവിച്ച ദുരിതങ്ങളെ, മാൻ അനുഭവിച്ച വേട്ടയെ ആ ചരിത്രത്തിൽ എവിടെയും പ്രതിപാദിക്കില്ല. നമ്മളെ അടിച്ചമർത്തിയവർ, നമുക്ക് മേൽ അധിനിവേശം സ്ഥാപിച്ചവർ, നമ്മളെ ചൂഷണം ചെയ്തവർ, നൂറ്റാണ്ടുകളോളം നമ്മുടെ ദ്രവ്യങ്ങളെല്ലാം കട്ടെടുത്തവർ, അവർ നമുക്ക് എഴുതി തന്ന ചരിത്രം കൊണ്ട് നമ്മുടെ ഭൂതകാലത്തെ തിരിഞ്ഞു നോക്കേണ്ട ഗതികേടിലുള്ള ഒരു ജനതയാണ് നമ്മൾ. നമ്മളെ നന്മ ആഗ്രഹിച്ചവരല്ല,
നമ്മൾ നമ്മുടെ ചരിത്രത്തിലെ ഗരിമയും മഹത്വവും വൈശിഷ്ട്യവും മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചവരല്ല. നമ്മൾ നമ്മുടെ സംസ്കാരത്തിൽ ആത്മാഭിമാനവും ആത്മവിശ്വാസവും ഉള്ളവരാവണം എന്ന് ആഗ്രഹിച്ചവരല്ല. നമ്മൾ അപകർഷതാബോധമുള്ളവരാവണം എന്ന് ആഗ്രഹിച്ചവർ, നമ്മളെ എല്ലാ കാലത്തും അടിമകളാക്കണമെന്ന് ആഗ്രഹിച്ചവർ, അവരെഴുതി വെച്ച ചരിത്രം കൊണ്ടാണ് നമ്മൾ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കുന്നത് എന്ന ഒരു വല്ലാത്ത ഗതികേടുള്ള സമൂഹമാണ് നമ്മൾ. പക്ഷെ നമ്മൾ ആ തെറ്റുകളെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോധപൂർവം നിക്ഷിപ്ത താല്പര്യക്കാർ നമ്മുടെ തലയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചു തന്ന വ്യാജ ചരിത്രത്തെ ഓരോന്നോരോന്നായി തെളിവുകളുടെ ബലത്തിൽ, സത്യത്തിന്റെ ബലത്തിൽ, അന്വേഷണത്തിന്റെ ബലത്തിൽ തിരുത്തിക്കൊണ്ട് യഥാർത്ഥ ചരിത്രത്തെ പുനഃസ്ഥാപിക്കുന്ന, യഥാർത്ഥ വസ്തുതകളെ പുറത്തു കൊണ്ടുവരുന്ന വലിയ യഥാർത്ഥ ചരിത്ര നിർമ്മാണ പ്രക്രിയയിലാണ് നമ്മൾ. അതിന്റെ ഭാഗമായി തന്നെയാണ് മാപ്പിള കലാപത്തിന്റെ യാഥാർത്ഥ്യവും പറയേണ്ടി വരുന്നത്. മാപ്പിള കലാപത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ പറയുന്നത്, നമുക്ക് നൂറ്റാണ്ട് മുൻപ് നേരിട്ടിട്ടുള്ള ഒരു അനീതിയുടെ പേരിൽ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനല്ല, അതിന്റെ പേരിലുള്ള പകയോ വിരോധമോ വൈരാഗ്യമോ ആരോടെങ്കിലും തീർക്കാനല്ല, അതിന്റെ പേരിൽ ആരെ കൊണ്ടെങ്കിലും കണക്ക് പറയിപ്പിക്കാനല്ല. ഇത് പ്രതികാരത്തിന്റെ രാഷ്ട്രീയമല്ല. കഴിഞ്ഞുപോയ സംഭവമല്ലേ, അത് മറന്നു കളഞ്ഞൂടെ? എന്തിനാണ് ഈ പഴയ മുറിവുകളെ വീണ്ടും ഇങ്ങനെ കുത്തി ഉണർത്തുന്നത്? പഴയ മുറിവുകളെ താലോലിക്കുന്നത് എന്തിനാണ്? അതൊക്കെ നമുക്ക് മറന്നു കളഞ്ഞൂടെ എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ മാപ്പിളകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും പഴയ മുറിവുകളെ മറന്നു കളയാൻ യാതൊരു പ്രയാസമുള്ള ആളുകളല്ല നമ്മൾ അങ്ങനെ എത്രയോ മുറിവുകളെ മറന്നു കളഞ്ഞിട്ടുണ്ട്. മാപ്പിളലഹള നമ്മുടെ സമാജത്തിന് ഏറ്റിട്ടുള്ള ഒരു മുറിവ് മാത്രമാണ്. ഈ രാജ്യത്തെ തന്നെ രണ്ടായി വെട്ടിപ്പിളർന്ന ചരിത്രം നമുക്ക് പുറകിലുണ്ട്. 1947 വളരെ സമാധാനപരമായിട്ടുള്ളൊരു പ്രക്രിയയിലൂടെയല്ല പാകിസ്ഥാൻ എന്നൊരു രാജ്യം രൂപപ്പെടുന്നത്. ഈ ഭാരതത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും ഓരോ പാകിസ്ഥാനുകളെ സൃഷ്ടിച്ചത് സമാധാനപരമായിട്ടുള്ള മധ്യസ്ഥത്തിന്റെ ഭാഗമായിട്ടായിരുന്നില്ല. രക്തപ്പുഴയൊഴുക്കിക്കൊണ്ടാണ്, കബന്ധത്തിന്റെ കുന്നുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ്, ആയിരക്കണക്കിന് മനുഷ്യരെ തെരുവുകളിൽ കൊന്നു തള്ളിയിട്ടാണ്. നമുക്ക് ആ ചരിത്രമൊന്നും ഓർമ്മയില്ലാതെയല്ല. 1942 തുടങ്ങിയിട്ടുള്ള 1945 നടന്നിട്ടുള്ള ഡയറക്റ്റ് ആക്ഷൻ ഡേ, മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വിഭജനം എന്ന ആവശ്യം സമ്മതിച്ചില്ലെങ്കിൽ അത് സമ്മതിപ്പിക്കുന്നത് വരെ ആഭ്യന്തര കലാപം നടത്തുക എന്ന പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഡയറക്റ്റ് ആക്ഷൻ ഡേ, എത്ര ലക്ഷം മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്? ബംഗാളിലെ നൌഖാലി കില്ലിങ്സ്, ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്സ്, വീക്ക് ഓഫ് ലോങ് നൈറ്റ്സ്, നീണ്ട കഠാരകളുടെ വാരം. പഞ്ചാബിൽ നിന്നൊക്കെ തീവണ്ടികൾ വന്നിരുന്നത് ബോഗികൾ നിറയെ ശവങ്ങളെ വഹിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ വലിയ ആഭ്യന്തര കലാപം നടത്തി ലക്ഷക്കണക്കിന് മനുഷ്യരെ ദുരിതത്തിലാക്കി, ആയിരങ്ങളെ കൊന്നുതള്ളി ഒരു രാജ്യം തന്നെ മേടിച്ചെടുത്തൊരു ചരിത്രം 75 കൊല്ലം മുൻപേ ഉണ്ട്. അതെല്ലാം മറന്നിട്ടാണ്, അതിനെല്ലാം മറന്നു വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മളെല്ലാവരും മതത്തിനും ജാതിക്കും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി ഒന്നിച്ചു നേടിയതാണ്. മതസൗഹാർദ്ദം വേണം, മതസഹിഷ്ണുത വേണം, സഹവർത്തിത്വം വേണം എന്നൊക്കെ സുന്ദരമായ നുണ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ മുറിവുകളെ കുത്തി ഉണർത്താൻ താല്പര്യമില്ലാതിട്ടാണ്. 100 കൊല്ലം മുൻപുള്ള മാപ്പിള ലഹളയുടെ മുറിവ് നമ്മൾ മറന്നതായിരുന്നു. അതിനുശേഷവും മലബാറിലെ ഹിന്ദുക്കൾ ഇത്രയും കാലം സൗഹാർദ്ദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സഹവർത്തിത്വത്തോടു കൂടി തന്നെയാണ് മറ്റു സമുദായങ്ങളോട് ഇടപഴകിയിരുന്നത്. ആരെങ്കിലും 100 കൊല്ലം മുമ്പ് നീ ഞങ്ങളുടെ പൂർവികനെ കൊന്നതല്ലടാ, എന്നെ കണക്ക് പറയിച്ച് എന്നെ ഞാൻ വിടൂ എന്ന രീതിയിൽ ആരും ആരെയും കൈയേറ്റം ചെയ്തിരുന്നില്ല. ആരും ആരോടും പകവിട്ടാൻ ശ്രമിച്ചിരുന്നില്ല. ആരും ആരോടും പ്രതികാരവാജ്ഞ കാണിച്ചിരുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചരിത്രം പറയേണ്ടി വന്നത്? ബോധപൂർവമായ പ്രകോപനം കൊണ്ടാണ് അത് ചെയ്യേണ്ടി വന്നത്. കഴിഞ്ഞുപോയ മുറിവുകളിൽ ഉപ്പിട്ടിളക്കുന്ന, മുറിവുകളിൽ ഉപ്പ് പുരട്ടുന്ന സാഡിസം കൊണ്ട്, അല്ലെങ്കിൽ മരിച്ചുപോയ പൂർവികരെ ബ്രിട്ടീഷുകാരുടെ ഒറ്റുകാരും ജന്മിത്വ ചൂഷകരുമാക്കുന്ന, അവരെന്തുകൊണ്ടും വധിക്കപ്പെട്ടവരായിരുന്നു എന്ന് പറയുന്ന, കൊലപാതകികളെ വീരന്മാരാക്കുന്ന, കൂട്ടക്കൊലയുടെ നായകന്മാരെ ധീരദേശാഭിമാനികളാക്കുന്ന, മതഭ്രാന്തന്മാരായിട്ടുള്ള കൊലയാളികളെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളാക്കുന്ന, കൂട്ടക്കൊലയെ ആഘോഷിക്കുന്ന, കലാപത്തെ ഉദ്ഘോഷിക്കുന്ന, അതിന്റെ അനുസ്മരണം നടത്തുന്ന, അതിന്റെ പേരിൽ നോവൽ എഴുതുന്ന, അതിന്റെ പേരിൽ സിനിമ എടുക്കുന്ന, കലാപാഘോഷം കണ്ട് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ്. ആത്മാഭിമാനമുള്ള ജനതയായതുകൊണ്ടാണ്. ആ മുറിവ് മറക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ അത് ആഘോഷിക്കുന്ന ഈ നെറുകേട് അനുവദിച്ചു തരാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ്. എന്താണ് ഇവർ പറയുന്നത്? മാപ്പിള ലഹള ജന്മിത്വ വിരുദ്ധ കർഷക പ്രക്ഷോഭമായിരുന്നു, അതോ ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരമായിരുന്നു? എങ്ങനെയാണ് ഈ കലാപം ഉണ്ടായത്? ഒരു സംഗതി സ്വാതന്ത്ര്യ സമരം ആവണമെങ്കിൽ അതിന് ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊരാവശ്യം ഉണ്ടാവണ്ടേ? ചരിത്രപരമായി തന്നെ നമ്മൾ പരിശോധിക്കാം. വൈകാരികത മാത്രമല്ലല്ലോ, ചരിത്രപരമായി തന്നെ പരിശോധിച്ചാൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ഇത് സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന്?
ഒരു സംഗതി സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ അതിൻ്റെ ഉദ്ഭവത്തിലോ അതിൻ്റെ വികാസത്തിലോ അതിൻ്റെ പരിണാമത്തിലോ അതിൻ്റെ അന്ത്യത്തിലോ എവിടെയെങ്കിലും അതിന് സ്വാതന്ത്ര്യം എന്നൊരു ആവശ്യം ഉണ്ടാവണം. ഇന്ത്യയിലെ മാപ്പിള ലഹളയോ അതിൻ്റെ എന്താ പറയുക പിന്നോടിയായിട്ടുള്ള ഖിലാഫത്ത് പ്രസ്ഥാനമോ ഉണ്ടായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണോ? നമുക്കെല്ലാവർക്കും അറിയാം, ഒന്നാം ലോക മഹായുദ്ധം 1914 മുതൽ 1918 വരെ നീണ്ട ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട തുർക്കിയിലെ ഖലീഫ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടതിനെ തുടർന്ന് ആ ഖലീഫയുടെ സ്ഥാനം തിരിച്ചു കൊടുക്കണം, ഖലീഫയെ സിംഹാസനത്തിൽ പുനരവരോധിക്കണം, തുർക്കിയുടെ ഖലീഫയായിട്ട് അയാളെ വീണ്ടും വാഴിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഖിലാഫത്ത് ഉണ്ടായത്. ഖിലാഫത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഖിലാഫത്ത് എന്നത് കാലിഫേറ്റ് എന്നതിന്റെ ഹിന്ദി ഉറുദു തദ്ഭവമാണ്. ഖിലാഫത്തിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഖലീഫയെ സംരക്ഷിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടായത്. തുർക്കിയിലെ ഖലീഫയുടെ അധികാരം സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള മുന്നേറ്റം എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാവുന്നത്? തുർക്കിയിലെ ഖലീഫ ഒരു മതപരമായിട്ടുള്ള അധികാര സ്ഥാനമാണ്. അതൊരു രാഷ്ട്രതലവൻ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ സുന്നി മുസ്ലിങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ആധ്യാത്മിക രാഷ്ട്രീയ നേതാവാണ് തുർക്കിയിലെ ഖലീഫ. പ്രവാചകൻ മുഹമ്മദിന്റെ പരമ്പരയിലെ നേരിട്ട് വരുന്ന കണ്ണിയാണ്. ഇസ്ലാമിക ഉമ്മത്തിന്റെ അധികാരിയായിട്ട് കണക്കാക്കപ്പെടുന്ന ആളാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെതിരായിട്ടുള്ള പക്ഷത്തിലായിരുന്നു തുർക്കി നിലകൊണ്ടിരുന്നത്. തുർക്കി എന്ന ഓട്ടോമാൻ സാമ്രാജ്യമാണ്, ഓട്ടോമാൻ കാലിഫേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടോമാൻ സാമ്രാജ്യമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടന്റെ പക്ഷം വിജയിക്കുകയും തുർക്കി നിന്ന പക്ഷം പരാജയപ്പെടുകയും ചെയ്തു. അതിനെ തുടർന്ന് തുർക്കിയിലെ ഖലീഫയ്ക്ക് അയാളുടെ അധികാരം നഷ്ടപ്പെടുന്നു. രണ്ട് പ്രധാനപ്പെട്ട ട്രീറ്റികൾ 1918 ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ട്രീറ്റികൾ, ട്രീറ്റി ഓഫ് സെവറസും ട്രീറ്റി ഓഫ് വെർസേലിയസും. ഈ രണ്ട് ട്രീറ്റികൾ പ്രകാരം തുർക്കിയിലെ ഖലീഫയ്ക്ക് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ മുഴുവൻ, അതായത് തുർക്കിയുടെ ജിയോഗ്രഫിക്കൽ ബൗണ്ടറി പോലും, പഴയ തുർക്കി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മാപ്പിൽ കാണുന്ന ചെറിയ വട്ടമല്ല, ഈസ്റ്റ് ആഫ്രിക്ക വരെ വ്യാപിച്ചു കിടന്നിരുന്ന വലിയ സാമ്രാജ്യമാണ്. അതിന്റെ ഭൂപ്രദേശം തന്നെ നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ട്രീറ്റി മൂലം അയാൾ വെറും ഒരു നോമിനൽ ഹെഡ്, ഒരു ടൈറ്റുലാർ ഹെഡ് മാത്രമായി മാറി. ഇത് ലോകത്തെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അപമാനമായി. അവരുടെ രാഷ്ട്രീയ ആധ്യാത്മിക നേതാവ് ബ്രിട്ടന് മുന്നിൽ പരാജയപ്പെടുകയും ഇത്രമേൽ അപഹസിക്കപ്പെടുകയും ചെയ്ത സംഭവം അവരൊരു വൈകാരിക പ്രശ്നമായിട്ടെടുത്തു, അഭിമാന പ്രശ്നമായിട്ടെടുത്തു. അതിന്റെ പേരിൽ തുർക്കിയിലെ ഖലീഫയെ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് സൗത്ത് ഏഷ്യയിൽ മുഴുവനായിട്ട് അരങ്ങേറിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഖിലാഫത്ത് മുന്നേറ്റം. ഖിലാഫത്ത് മുന്നേറ്റത്തിന്റെ തുടക്കം തുർക്കി തന്നെയാണ്. 1915 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിട്ട് തുർക്കി ഓട്ടോമാൻ ജിഹാദ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരാൾക്ക് പ്രത്യേകമായിട്ടൊരു ദിവസം തോന്നിയതല്ല തുർക്കിയിലെ ഖലീഫയെ സംരക്ഷിച്ചേക്കാമെന്ന്. 1915 തുർക്കി ഓട്ടോമാൻ ജിഹാദ് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ് ഓട്ടോമാൻ ജിഹാദിൽ പറയുന്നത്? അതിൽ പറയുന്നത് ഇത് രണ്ട് ലോക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ഇത് രണ്ട് മതഭരണകൂടങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഇസ്ലാമിക ഭരണകൂടമായ തുർക്കിയെ ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യൻ സാമ്രാജ്യത്വം അതിക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനവും അഭിമാനവും സംരക്ഷിക്കാൻ ആയുധങ്ങൾ എടുത്തു പോരാടേണ്ട ബാധ്യത ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമിക ഉമ്മത്തിനുമുണ്ട്. അതുകൊണ്ട് മുഴുവൻ മുസ്ലിങ്ങളും തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി ആയുധങ്ങൾ എടുത്ത് പോരാടണം. ഓട്ടോമാൻ ജിഹാദ് 1915 പ്രഖ്യാപിക്കപ്പെടുന്നു. അതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉൾപ്പെടെ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നു. വർഗീയ പ്രഭാഷണങ്ങളിലൂടെ, മതവെറി ആളിജ്വലിക്കുന്ന, മതവൈരം സ്ഫുരിക്കുന്ന ഇഗ്നൈറ്റിംഗ് ആയിട്ടുള്ള പ്രസംഗങ്ങളിലൂടെ വളരെ പെട്ടെന്ന് അതിലേക്ക് വലിയ ബഹുജന പിന്തുണ ഉണ്ടാവുന്നു. 1919 ആവുമ്പോഴേക്കും ഇവിടെ ഖിലാഫത്ത് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നു. എന്താ ഖിലാഫത്ത് മാനിഫെസ്റ്റോയിൽ പറയുന്നത്? ഇന്ത്യക്ക് അടിയന്തരമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാണോ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം എന്നാണോ? ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങൾ അവസാനിപ്പിക്കണം എന്നാണോ? അല്ല. 1919 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഖിലാഫത്ത് മാനിഫെസ്റ്റോയിൽ പറയുന്നത് തുർക്കിയിലെ ഖലീഫയെ അടിയന്തരമായി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രോഷം നിയന്ത്രണാതീതമാകും എന്നാണ്. അപ്പൊ അത് മാത്രമായിരുന്നു ഖിലാഫത്തിന്റെ ആവശ്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ഇതൊന്നും ഖിലാഫത്തിന്റെ വിദൂര ലക്ഷ്യങ്ങളിൽ പോലും പെട്ടിരുന്ന സമ്മതിയല്ല. തുർക്കിയിലെ ഖലീഫയുടെ അധികാരം സംരക്ഷിക്കുക. ഇതെങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1918 പ്രത്യേകമായിട്ടൊരു ബ്രിട്ടീഷ് വിരോധം ഉണ്ടാവുന്നതിന്റെ പശ്ചാത്തലം ആലോചിച്ച് നോക്കണം. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് 1918 അതിനു മുൻപും പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. 1857 റിവോൾട്ട് ഓഫ് 1857, ഒന്നാം സ്വാതന്ത്ര്യ യുദ്ധം എന്ന് നമ്മളും
ശിപ്പായി ലഹള എന്ന് അവരും വിളിച്ച ഇന്ത്യയിലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. 1857 വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ 100 കണക്കിന് രാജാക്കന്മാർ നിഷ്കാസിതരായിട്ടുണ്ട്, നാട് കടത്തപ്പെട്ടിട്ടുണ്ട്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്. റാണി ലക്ഷ്മിഭായിയെ പോലെ, താന്തിയ തോപ്പിയെ പോലെ എത്രയോ ഇന്ത്യൻ ഭരണാധികാരികൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ ഇവിടെ യാതൊരു പ്രതിഷേധവും ഈ ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലല്ലോ. 1858 ബ്രിട്ടൻ നേരിട്ടിട്ട് ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. അതുവരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഭരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ രാജകുടുംബം നേരിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നുണ്ട്. ഒരു പ്രതിഷേധവും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. 1875 വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ചക്രവർത്തിനിയായിട്ട് അവരോധിക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. 1905 ബംഗാൾ വിഭജനം, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. 1914 മുതൽ 18 വരെ നീണ്ടു നിന്നിട്ടുള്ള 1-ാം ലോക മഹായുദ്ധത്തിൽ കൂലിപ്പടയാളികളായി എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത ലക്ഷക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരെ ചോറ്റുപട്ടാളക്കാരായി ബ്രിട്ടീഷ് സൈന്യത്തിൽ എൻറോൾ ചെയ്യിച്ച് ഏതൊക്കെയോ പ്രദേശങ്ങളിൽ കൊണ്ട് യുദ്ധത്തിന് നിർത്തി കൊല്ലപ്പെടാൻ കാരണക്കാരായിട്ടുണ്ട്. അതിനെതിരെയും ഒരു പ്രതിഷേധവും ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ പ്രതിഷേധം ഉണ്ടായത് എപ്പോഴാ? തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനം പോയപ്പോഴാണ്. ആ പ്രതിഷേധത്തെയാണ് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ള പ്രതിഷേധമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം ഒരു സ്വാതന്ത്ര്യ പ്രക്ഷോഭമായിരുന്നെങ്കിൽ, അത് ആരുടെയെങ്കിലും സ്വാതന്ത്ര്യ പ്രക്ഷോഭമായിരുന്നെങ്കിൽ അത് തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭം മാത്രമായിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിന്റെ വിദൂര ലക്ഷ്യത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഖിലാഫത്തിന്റെ അടിസ്ഥാന പ്രേരണ തന്നെ, അടിസ്ഥാന പ്രചോദനം തന്നെ മതപരമാണ്. പ്രത്യേകിച്ചും ഈ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്ന് പറയുന്ന 4 സഹോദരങ്ങൾ ആരാണ്? അവർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നോ? ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരായിരുന്നോ? അവര് മതപണ്ഡിതന്മാരും മതപുരോഹിതന്മാരുമായിരുന്നു. സിന്ധിൽ നടന്നിട്ടുള്ള 1919 സിന്ധിൽ നടന്നിട്ടുള്ള ഖിലാഫത്ത് സമ്മേളനത്തിൽ മൗലാന മുഹമ്മദ് അലി പ്രസംഗിക്കുന്നത് ഇന്ത്യയിലെ മുസൽമാന്മാർക്ക് മുന്നിൽ 2 ഉപായങ്ങളേ ഉള്ളൂ. There are only 2 options before Indian Muslims. എന്താണ്? ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഹിജ്റ നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ജിഹാദ് നടത്തുക. മൗലാന മുഹമ്മദ് അലി 1919 സിന്ധ് സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതാണ്. ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഹിജ്റ നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ജിഹാദ് നടത്തുക. ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഹിജ്റ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുക. ഇസ്ലാമിൽ 3 തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉള്ളത്. ദാറുൽ ഹറബ്, ദാറുൽ കുഫർ, ദാറുൽ ഇസ്ലാം. ദാറുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമപ്രകാരം, ശരിയ നിയമപ്രകാരം ഭരിക്കപ്പെടുന്ന വ്യവസ്ഥിതിയാണ്. ഈ ദാറുൽ ഹറബ് എന്ന് പറയുന്നത് മറ്റൊരു ഭരണ സംവിധാനത്താൽ ഭരിക്കപ്പെടുന്ന വ്യവസ്ഥയാണ്. അതിന് കീഴിൽ ജീവിക്കാൻ ഇവർക്ക് സാധ്യമല്ല. അപ്പൊ ഒന്നല്ലെങ്കിൽ ആ രാജ്യത്തെ ആക്രമിച്ച് അതിനെ ദാറുൽ ഇസ്ലാമാക്കി മാറ്റാൻ പരിശ്രമിക്കണം, അതല്ലെങ്കിൽ ആ നാട്ടിൽ നിന്ന് ദാറുൽ ഇസ്ലാമുള്ള വേറെ രാജ്യങ്ങളിലേക്ക് കുടിയേറണം. അങ്ങനെ ഇന്ത്യയിലൊരു ഹിജ്റ പ്രസ്ഥാനം 1918 ഉണ്ടായിട്ടുണ്ട്. 20,000-ലേറെ ഇന്ത്യൻ മുസൽമാന്മാർ ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണം എന്ന് പറയുന്നത് ദാറുൽ കുഫറാണ്, ദാറുൽ ഹറബാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അതായത് ഇന്ത്യ വിട്ടു പോകാൻ വരെ തയ്യാറായിരുന്ന ഒരു സംഭവത്തെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. ആ ഹിജ്റ പ്രസ്ഥാനം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമ്പൂർണാർത്ഥത്തിലുള്ള ഇത് ജിഹാദായി പരിണമിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത് മലബാറിലെ ഏതാനും പ്രദേശങ്ങളിൽ മാത്രം, ഈ പൊന്നാനി, ഏറനാട്, വള്ളവനാട്, കോഴിക്കോട് തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ പറയുന്ന ഖിലാഫത്തിന്റെ ഭാഗമായിട്ടുള്ള അതിക്രമങ്ങൾ നടന്നിട്ടുള്ളത്. അല്ല, ഇത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ, ഇന്ത്യയിൽ ഉടനീളം വലിയ കലാപങ്ങൾക്ക് തിരിതെളിച്ചിട്ടുള്ള ഒരു വർഗീയ മുന്നേറ്റമാണ്. കൊഹട്ട് ലഹള 1923 നടന്നിട്ടുള്ള കൊഹട്ട് ലഹള, അതിനെപ്പറ്റി പട്ടാമ്പി സീതാരാമയ്യ പറയുന്നത്, പട്ടാമ്പി അല്ല കേട്ടോ, പട്ടാഭി, കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനായ പട്ടാഭി സീതാരാമയ്യ പറയുന്നത് കൊഹട്ട് ലഹള ഇന്ത്യയുടെ നടുവൊടിച്ചു എന്നാണ്. അതേപോലെ തന്നെ HP ശേഷാദ്രി പോലുള്ള ചരിത്രകാരന്മാർ, HP ശേഷാദ്രി പറയുന്നത് ഇന്ത്യ വിഭജനത്തിന് തന്നെ കാരണമായത് യഥാർത്ഥത്തിൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. കാരണം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ തുടർച്ചയിലാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം, ഇന്ത്യയിലുടനീളം ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ, വർഗീയ കലാപങ്ങൾ ആരംഭിച്ചത്. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ ഇത്രയും രൂക്ഷമാക്കിയതിന്റെ പിന്നിൽ ഖിലാഫത്തിന് കോൺഗ്രസ് കൊടുത്ത പിന്തുണയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ വിഭജനത്തിന്റെ തന്നെ കാരണം ഖിലാഫത്ത് പ്രസ്ഥാനമാണെന്ന് HP ശേഷാദ്രിയെ പോലെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഖിലാഫത്താണ്, ഈ വർഗീയ ഖിലാഫത്താണ്. നമ്മുടെ നാട്ടിൽ അതിനെ അഖിലാപത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ഖിലാഫത്തല്ല അഖിലാപത്ത് എന്ന അക്കാലത്ത് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ആ ഖിലാഫത്താണ് മലബാറിൽ എത്തിയപ്പോൾ എന്തായത്? മാപ്പിളലഹളയായത്. ഗാന്ധിയായിരുന്നു ഈ ഖിലാഫത്തിനെ അംഗീകരിക്കുക എന്നുള്ള പ്രമേയത്തിന്റെ പ്രധാനപ്പെട്ട പ്രചാരകനും പ്രവാചകനും. ഗാന്ധി ആ സമയത്ത് രാഷ്ട്രീയത്തിൽ ഒരു പുതുമുഖമാണ്.
ഗാന്ധിക്ക് ആ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി ഗാന്ധിക്ക് കൃത്യമായ ധാരണ ഇല്ലാതിരുന്നതാണ്. ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ പറ്റി കൃത്യമായ ബോധ്യമില്ലാതിരുന്നതാണ് ഇത്രയും തെറ്റായൊരു തീരുമാനമെടുക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ചത് എന്ന് എന്താ പറയുക, എച്ച് വി ശേഷാദ്രി അദ്ദേഹത്തിന്റെ എ പെയിൻഫുൾ സ്റ്റോറി ഓഫ് പാർട്ടീഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം എന്താ, ഗാന്ധിക്ക് ആ സമയത്ത് ഇന്ത്യനെ പറ്റി കൃത്യമായിട്ട് കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. അത് സത്യമാണ്. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുന്നത് 1915 മാത്രമാണ്. ഗാന്ധി ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചിട്ടുള്ള ആളാണ്. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചതിന് ശേഷം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാണ് അഭിഭാഷകനായി ജോലി ചെയ്തിരുന്നത്. ദീർഘകാലം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന 1915 മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം 1 വർഷം ഗുജറാത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സബർമതി ആശ്രമം സ്ഥാപിക്കുന്നത് 1916 പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുനാഥനായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 1 വർഷം ഇന്ത്യയിൽ സഞ്ചരിക്കുന്നു 1917. അതിനുശേഷം ഗാന്ധി കോൺഗ്രസിന്റെ ഔദ്യോഗിക നേതൃത്വത്തിലേക്ക് വന്നതിന് ശേഷം എടുക്കുന്ന ആദ്യത്തെ തീരുമാനമാണ് ഖിലാഫത്ത്. ഗാന്ധിയുടെ ആവശ്യം ഇത് ഹിന്ദു മുസ്ലിം സൗഹൃദത്തിന്, ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഒരു വഴിയാവും എന്നാണ്. ഇത് പറയുമ്പോൾ അന്നത്തെ ചരിത്രപരമായിട്ടുള്ള സാഹചര്യത്തെ കൂടി നമ്മൾ ആലോചിക്കണം. ഗാന്ധി കണക്കൂട്ടുന്നത് ഖിലാഫത്തിനെ കോൺഗ്രസ് പിന്തുണച്ചു കഴിഞ്ഞാൽ അതുവഴി കോൺഗ്രസിന്റെ പദ്ധതികൾക്ക് മുസ്ലിം സമൂഹത്തിന്റെ വലിയ പിന്തുണ കിട്ടുമെന്നാണ്. കോൺഗ്രസിന്റെ സ്വരാജ് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് അത്രയും വരെ അതിനെ പിന്തുണയ്ക്കാതെ ഒരു പ്രത്യേക ബ്ലോക്കായി മാറി നിന്നിരുന്ന മുസ്ലിം സമൂഹത്തെ കൂടി കൊണ്ടുവരാൻ സാധിക്കും. ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന വിഭാഗത്തെ കൂടി ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഖിലാഫത്ത് സ്വരാജ് സംയുക്ത മുന്നേറ്റം നടത്താം എന്നുള്ളതാണ് പദ്ധതി. അപ്പൊ എന്തിനാണ് ഇങ്ങനെ അകന്നു നിൽക്കുന്ന ഒരു വിഭാഗത്തെ വരേണ്ടത്? അപ്പൊ എന്തുകൊണ്ടായിരുന്നു ഇവർ അകന്നു നിന്നിരുന്നത്? കൃത്യമാണത്. കോൺഗ്രസ് എന്ന് പറയുന്നത് ഹിന്ദു താല്പര്യങ്ങളെ മാത്രം പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണെന്നും കോൺഗ്രസിനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ലെന്നും കരുതി ഇന്ത്യയിലെ മുസ്ലിം പൊളിറ്റിക്കൽ ബ്ലോക്ക് ഒരു പ്രത്യേക വിഭാഗമായി മാറി നിൽക്കുകയായിരുന്നു. ആ ബ്ലോക്കിന് കൃത്യമായിട്ടുള്ള ബ്രിട്ടീഷ് അനുകൂല നിലപാടാണ് ഉണ്ടായിരുന്നത്. ആ ബ്രിട്ടീഷ് അനുകൂല നിലപാട് ഖിലാഫത്ത് പ്രശ്നത്തെ തുടർന്ന് മാറിയപ്പോൾ ആ അവസരം മുതലെടുക്കാനാണ് കോൺഗ്രസ് ഖിലാഫത്തിനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത്. ആദ്യം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ പോലും ഖിലാഫത്ത് പ്രമേയം അംഗീകരിക്കപ്പെടുന്നില്ല. അതിനുശേഷം ഗാന്ധി വളരെ വിദഗ്ധമായി 1919 തന്നെയാണ് അമൃത്സർ മാസക്കർ നടക്കുന്നത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെയുള്ള കോൺഗ്രസിന്റെ പ്രതിഷേധമായിട്ടുള്ള നിസ്സഹകരണ സമരത്തെ കൂടി ഇതിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് പ്രമേയം പുനരവതരിപ്പിക്കുകയും അതിന് പിന്തുണ മേടിച്ചിട്ടാണ് ഈ ഖിലാഫത്ത് പ്രമേയം പാസ്സാക്കുന്നത്. അന്ന് സത്യത്തിൽ ഗാന്ധിയുടെ അടുത്ത അനുയായികളായിരുന്ന CR ദാസിനെ പോലെ, ഒരുപക്ഷെ മുഹമ്മദ് അലി ജിന്ന പോലും ഖിലാഫത്ത് പ്രമേയത്തെ എതിർത്ത ആളുകളാണ്. ജിന്നയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ടെന്ന്, നിങ്ങൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കും, നിങ്ങൾ ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കും, നിങ്ങൾ മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കും, നിങ്ങൾ അച്ഛനെയും മകനെയും തമ്മിലടിപ്പിക്കും എന്ന ഗാന്ധിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് മുഹമ്മദ് അലി ജിന്ന അന്ന് കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന സമയമാണ് നടത്തിയ പ്രസംഗമുണ്ട്. അപ്പൊ ഗാന്ധിയുടെ ഏകപക്ഷീയമായിട്ടുള്ള ദുർവാശി കൊണ്ട്, പിടിവാശി കൊണ്ടാണ്, ഒരു തെറ്റായ കണക്കുകൂട്ടലിന്റെ ഉൽപ്പന്നമായിട്ടാണ് കോൺഗ്രസ് ഖിലാഫത്തിനെ പിന്തുണയ്ക്കുന്നത്. അതിനെ തുടർന്ന് ഈ ഖിലാഫത്തിന്റെ ഏറ്റവും വലിയ പ്രചാരകനായി ഗാന്ധി മാറുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഓഗസ്റ്റ് 1 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദുഃഖാചരണ ദിനമായിട്ട് ആചരിച്ചത്. ഖിലാഫത്ത് ദുഃഖാചരണ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധി ഇന്ത്യ മുഴുവൻ ആലി സഹോദരന്മാരുടെ കൂടെ യാത്ര ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 1919 ഓഗസ്റ്റ് 17, 18 തീയതികളിൽ ഗാന്ധി കോഴിക്കോട് വരുന്നത്. ഗാന്ധി കോഴിക്കോട് വന്ന് കോൺഗ്രസിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ടല്ല, ഖിലാഫത്തിന്റെ പ്രചാരകനായിട്ടാണ് ഗാന്ധി കോഴിക്കോട് വരുന്നത്. അന്നത്തെ ഗാന്ധിയുടെ ആഹ്വാനം കേട്ടിട്ട് കോഴിക്കോടുള്ള ഹിന്ദുക്കളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ് ഖിലാഫത്തിന്റെ ആദ്യത്തെ കമ്മിറ്റികൾ സ്ഥാപിക്കുന്നത്. അന്നത്തെ KPCCയുടെ പ്രസിഡന്റ് ആയിരുന്ന KP കേശവമേനോൻ, അന്നത്തെ KPCCയുടെ സെക്രട്ടറി ആയിരുന്ന K മാധവൻ നായർ, ഇവർ രണ്ടുപേരുമാണ് ആദ്യമായിട്ട്. മാതൃഭൂമിയുടെയൊക്കെ ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള K മാധവൻ നായർ, മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് അദ്ദേഹമാണ്. ഇവരാണ് ആദ്യത്തെ ഖിലാഫത്ത് കമ്മിറ്റികൾ സ്ഥാപിക്കുന്നത്. ഹിന്ദുക്കളിൽ നിന്ന് തന്നെ പിരിവെടുത്തിട്ടാണ്. അന്ന് കോഴിക്കോടുള്ള ഹിന്ദുക്കളിൽ നിന്ന് 2500 രൂപ പിരിച്ചെടുക്കുന്നത് K മാധവൻ നായരും KP കേശവനും കൂടിയിട്ടാണ്. K മാധവൻ നായരുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഖിലാഫത്ത് കമ്മിറ്റിയിലേക്ക് സംഭാവന തന്ന അതേ ആളുകളെ തന്നെ ഈ വർഷം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ ഞങ്ങൾക്കുണ്ടായി എന്ന് K മാധവൻ നായർ പറയുന്നുണ്ട്. അപ്പൊ ഗാന്ധി എന്ന് പറഞ്ഞതല്ലേ ഇതൊരു കോൺഗ്രസ് പരിപാടിയല്ലേ എന്ന് കരുതി ആദ്യകാലത്ത് ഹിന്ദുക്കൾ പോലും പിരിവെടുത്തിട്ടൊക്കെയാണ് ഖിലാഫത്ത് കമ്മിറ്റി സ്ഥാപിക്കുന്നത്. പക്ഷെ പുള്ളിപ്പുലിക്ക് ഏറെക്കാലം അതിന്റെ പുള്ളി വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഇത് അടിസ്ഥാനപരമായ ഒരു വർഗീയ മുന്നേറ്റമാണ്.
ഇത് മതത്താൽ പ്രചോദിതമായ, മതവെറിയാൽ പ്രേരിതമായ, മതപരമായ ലക്ഷ്യം ഉൾക്കൊള്ളുന്ന ഒരു വർഗീയ സംഭവമാണ്. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ നേതൃത്വം കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ നിന്ന് പോയി. മതവർഗീയവാദികൾ, തീവ്ര മതവാദികൾ അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ആലി മുസ്ലിയാരെ പോലെയുള്ള മതവാദികൾ അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. പിന്നീട് മലബാറിൽ നടന്നത് 6 മാസം നീണ്ടു നിൽക്കുന്ന കൂട്ടക്കൊലകളാണ്, വംശഹത്യയാണ്. മതത്തിന്റെ പേരിൽ മാത്രം, ജനിച്ചുപോയ സമുദായത്തിന്റെ പേരിൽ മാത്രം ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയിട്ടുള്ള വലിയ കൂട്ടക്കൊലയാണ് മലബാറിൽ നടന്നത്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല ഏതാണ്? ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊല ഏതാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറയും നെല്ലി മാസക്കറാണെന്ന് പറയും. നെല്ലി മാസക്കറിൽ 10,000-ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട്. 1971 നടന്നിട്ടുള്ള ആസാമിൽ മറ്റേ കുടിയേറ്റ പ്രശ്നത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറിയ ആളുകളെ, ബംഗ്ലാദേശികളെ പുറത്താക്കണമെന്നുള്ള ആവശ്യം വർഷങ്ങളോളം സർക്കാർ കേൾക്കാതെ വന്നപ്പോൾ അവിടുത്തെ ഈ പോപ്പുലേഷൻ രജിസ്റ്റർ, സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ, ഇപ്പോൾ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്ന NCR, ഇതൊക്കെ വരുന്നത് ഈ നെല്ലി മാസക്കറിന്റെ ഭാഗമായിട്ടാണ്, ആസാം അക്കോർഡിന്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ അത്രയും വലിയ മാറ്റങ്ങൾ അത് ഉണ്ടാക്കി. പക്ഷേ ഈ കൊല്ലപ്പെട്ട ഒരു സംഭവം നമ്മൾ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ആ സംഭവത്തെ ആഘോഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ വിരോധം, അതിന്റെ വൈരുദ്ധ്യം എത്രയാണ്? എത്ര ആളുകളാണ് മലബാർ കലാപത്തിൽ കൊല്ലപ്പെട്ടതെന്ന് പറയാം? 10,000-ലധികം ആളുകളാണ് മലബാറിൽ കൊല്ലപ്പെട്ടത്. അന്നത്തെ മലബാറിലെ ജനസംഖ്യ നമ്മൾ ആലോചിച്ച് നോക്കണം. ഇന്നത്തെ മലബാറിലെ ജനസംഖ്യ അല്ല. അന്ന് മലബാറിൽ ആകെ ഹിന്ദുക്കളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ലക്ഷത്തിനടുത്ത് മാത്രമാണ്. അതിൽ നിന്നാണ് 10,000 ആളുകൾ മരിക്കുന്നത്. എത്ര ശതമാനമാണെന്ന് ആലോചിച്ച് നോക്കണം. 5,000-ലേറെ ആളുകൾ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായി എന്നാണ്. 3,000-ഓളം ആളുകൾ, സ്ത്രീകൾ ബലാത്സംഗത്തിനിരകളായി എന്നാണ്. 1,00,000-ലേറെ ആളുകൾ അഭയാർത്ഥി ക്യാമ്പുകളിലായി എന്നാണ്. 100 കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്നാണ്. 100 കണക്കിന് ക്ഷേത്രങ്ങൾ. C. ഗോപാലൻ നായർ, ചേറ്റൂർ ഗോപാലൻ നായർ, ചേറ്റൂർ ഗോപാലൻ നായരുടെ മോപ്ല റെബല്യൻ 1921 എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ പേര് അതിക്രമങ്ങൾ എന്നാണ്, അട്രോസിറ്റീസ്. ആ അതിക്രമങ്ങൾ എന്ന് പറയുന്ന അധ്യായത്തിൽ ചേറ്റൂർ ഗോപാലൻ നായർ മലബാർ കലാപത്തിൽ നടന്ന സംഭവങ്ങളെ മാത്രം, അതിക്രമങ്ങളെ മാത്രം ലിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അദ്ദേഹം ഏതെങ്കിലും പ്രത്യേക താല്പര്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടല്ല, വർത്തമാന പത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. കോഴിക്കോടിന്റെ മുൻ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന ആളാണ് ചേറ്റൂർ ഗോപാലൻ നായർ. ഇവിടെ പാലക്കാട് ജില്ലയിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ചേറ്റൂർ കുടുംബത്തിലെ അംഗമാണ്. ഈ ചേറ്റൂർ ഗോപാലൻ നായരുടെ ഏട്ടനാണ് C. ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ഒരേ ഒരു മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ആ ചേറ്റൂർ ശങ്കരൻ നായരാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിയായിട്ടുള്ള ജനറൽ ഡയറിനെ വിചാരണ ചെയ്തിട്ടുള്ള സഭയുടെ അധ്യക്ഷനായിരുന്നത്. വലിയ ഉന്നത പദവിയിലെത്തിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. മലബാർ കലാപത്തിൽ ഗാന്ധി എടുത്തിട്ടുള്ള നിലപാടുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട്, കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിയും അരാജകത്വവും എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് ചേറ്റൂർ ശങ്കരൻ നായർ. ഈ ചേറ്റൂർ ശങ്കരൻ നായരുടെ അനിയനാണ് ചേറ്റൂർ ഗോപാലൻ നായർ. അദ്ദേഹം 1921 മുതൽ 1923 വരെയുള്ള പത്രങ്ങളിലെ വാർത്തകളെ മാത്രം വെച്ചുകൊണ്ടാണ് ഈ പോപ്പുലർ റെബല്യൻ 1921 എഴുതുന്നത്. അതില് 6 അദ്ദേഹം ഈ ലഹളയിൽ നടന്ന സംഭവങ്ങളെ തരംതിരിക്കുന്നുണ്ട്. ലഹളയിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങളെ ഇങ്ങനെയൊക്കെ 1, 2, 3 കൊണ്ട് തരംതിരിക്കുന്നുണ്ട്. എങ്ങനെ തരംതിരിക്കുന്നത്? ആളുകളെ ജീവനോടെ തൊലിയുരിക്കുക, സ്വന്തം ശവക്കുഴി തോണ്ടാൻ ആളുകളെ നിർബന്ധിതരാക്കുക, ആളുകളെ കഴുത്ത് വെട്ടി കിണറ്റുകളിലേക്ക് തള്ളിയിടുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, ക്ഷേത്രങ്ങൾ തകർക്കുകയും വിഗ്രഹങ്ങൾക്ക് മേലെ പശുവിന്റെ കുടൽമാലയും മറ്റ് അവശിഷ്ടങ്ങളും ചാർത്തുകയും ചെയ്യുക. അങ്ങനെ ലഹളയിൽ നടന്ന അതിക്രമങ്ങളെ ചേറ്റൂർ ഗോപാലൻ നായർ തരംതിരിച്ച് പറയുന്നുണ്ട്, ഓരോ സംഭവങ്ങളായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആ പുസ്തകം നമുക്ക് ഇപ്പോഴും ലഭ്യമാണ്, വായിക്കാൻ സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ അതിക്രമങ്ങളാണ് 6 മാസത്തോളം മലബാറിൽ നടന്നിട്ടുള്ളത്. 10,000-ലേറെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു. 100 ഈ ചേറ്റൂർ ഗോപാലനാരുടെ കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള വരിയുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരു ക്ഷേത്രം പോലും ഇല്ലാത്ത ഒരു ഗ്രാമം പോലും ഉണ്ടായിരുന്നില്ല. പല ഗ്രാമങ്ങളിലും 1-ലേറെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ക്ഷേത്രം പോലും അവശേഷിച്ചില്ല എന്നാണ് ചേറ്റൂർ ഗോപാലൻ നായർ പറയുന്നത്. ഇതിനെയാണ് പറയുന്നത് എന്ത്, ജന്മികൾക്കെതിരെ കർഷകന്മാരും കുടിയാന്മാരും നടത്തിയിട്ടുള്ള കലാപമായിരുന്നു. ഇത് സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്ന് പറയുന്നതിന്റെ തമാശ ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആവശ്യം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി ഇത് ജന്മിത്വവിരുദ്ധ കർഷക കലാപമായിരുന്നു എന്ന് പറയുന്നവരോട് നമ്മൾ ചോദിക്കണ്ടേ, ഇത് ജന്മിത്വവിരുദ്ധ കർഷക കലാപമായിരുന്നെങ്കിൽ എന്തിനാണ് ഈ 100 കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തത്? ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന മൂർത്തികൾ ജന്മിമാരായിരുന്നോ? അവര് ചൂഷകന്മാരായിരുന്നോ? അല്ലെങ്കിൽ എന്തിനാണ് ആയിരക്കണക്കിന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത്? ഏത് കർഷക സമരത്തിന്റെ ഭാഗമായിട്ടാണ്, ഏത് ജന്മിത്വവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ്, ഏത് കുടിയാൻ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നത്?
ഇത് കർഷക പ്രക്ഷോഭമാണെങ്കിൽ എന്തിനാണ് ആയിരക്കണക്കിന് ആളുകളെ നിർബന്ധിതമായി മതം മാറ്റിയത്? മതപരിവർത്തനം എന്ന് പറയുന്നത് കർഷക പ്രക്ഷോഭത്തിന്റെ ഒരു മുറയാണോ? ഇത് കർഷക പ്രക്ഷോഭമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം കലാപം ചെയ്തത്? ഹിന്ദു കുടിയന്മാരുണ്ടായിരുന്നില്ലല്ലോ. ഇത് കർഷക പ്രക്ഷോഭമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വിഭാഗം ജന്മികൾ മാത്രം ആക്രമിക്കപ്പെട്ടത്? മുസ്ലിം ജന്മിമാർ നൂറുകണക്കിന് ഉണ്ടായിരുന്നല്ലോ മലബാറിൽ. നൂറുകണക്കിന് മുസ്ലിം ജന്മിമാരുണ്ടായിരുന്നല്ലോ. ഒരു മുസ്ലിം ജന്മി പോലും ആക്രമിക്കപ്പെട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഹിന്ദുക്കൾ മാത്രം? പോട്ടെ, ഇത് ജന്മികൾക്കെതിരെയാണ് കലാപമെങ്കിൽ മലബാറിലാകെ എത്ര ജന്മിമാരുണ്ട്? മലബാറിൽ അന്ന് ഏറി വന്ന 500 ജന്മിമാരുണ്ടാവും. 10,000-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടില്ലേ? ഈ കൊല്ലപ്പെട്ടവർ മുഴുവൻ ജന്മികളാണ്. ആര്യസമാജം ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായി മതപരിവർത്തനം ചെയ്യപ്പെട്ട ആളുകളെ തിരിച്ച് മതപരിവർത്തനം ചെയ്യാൻ, ശുദ്ധികർമ്മത്തിലൂടെ മടക്കി കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആര്യസമാജം കേരളത്തിൽ വരുന്നത്. കേരളത്തിലുള്ള ആര്യസമാജത്തിന്റെ 2 സ്ഥാപനങ്ങളും 1922 തുടങ്ങിയതാ. പൊന്നാനിയിലുള്ള ആര്യസമാജവും കോഴിക്കോടുള്ള ആര്യസമാജവും മലബാർ കലാപത്തെ തുടർന്ന് ശുദ്ധികർമ്മത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ്. ആര്യസമാജം 3000-ലേറെ ആളുകളെ മടക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മടക്കി കൊണ്ടുവന്നിട്ടുള്ള ആളുകളുടെ രേഖകൾ ആര്യസമാജത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളും അവർണ വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു. ജന്മികളോ സവർണരോ മാടമ്മികളോ ആയിരുന്നില്ല. പോട്ടെ, PCM രാജ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് അവിടെയുള്ള ആളുകളെ പറ്റി എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ബഹുഭൂരിപക്ഷ ആളുകളും അതിസാധാരണക്കാരായ ദരിദ്രരായിട്ടുള്ള കൂലിപ്പണിക്കാരും തൊഴിലാളികളും കർഷകരുമാണ്. ഈ ആൾക്കാരെ എന്താ പറയുക, നിരാലംബരാക്കിയതിന്റെ ഈ ലക്ഷക്കണക്കിന് മനുഷ്യരെ, മലബാറിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒരു ഗതിയും പരഗതിയില്ലാത്ത, വീടില്ലാത്ത, ജോലിയില്ലാത്ത, വരുമാനമില്ലാത്ത, ബന്ധുക്കളില്ലാത്ത, അനാഥരാക്കി അഭയാർത്ഥ ക്യാമ്പുകളിൽ തള്ളിയിട്ടുള്ള സംഭവത്തെയാണ് പറയുന്നത് എന്ത്? ജന്മത്ത് വിരുദ്ധ കർഷക പ്രക്ഷോഭമായിരുന്നു. എത്ര പരിഹാസ്യമാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതാണ് മലബാറിൽ നടക്കുന്നത്. മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രസംഗത്തിലൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇത് 6 മാസം നീണ്ടു നിൽക്കുന്ന കലാപമാണ്. 1919 ഖിലാഫത്ത് ആരംഭിച്ചതെന്ന് ഞാൻ പറഞ്ഞു. 1920 ആയപ്പോഴേക്കും ഇതിന്റെ രൂപഭാവങ്ങളെല്ലാം മാറി. ആലി മുസ്ലിയാരെ പോലുള്ള ആളുകൾ ഇതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. ഇതിൽ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം ഇതാണ്, ഇത് ജന്മികൾക്കെതിരെ കർഷകന്മാരും കുടിയാന്മാരും നടത്തിയിട്ടുള്ള സമരമാണെന്നാണ് ഇവർ പറയുക. പക്ഷെ ഇതിന്റെ നേതൃത്വത്തിൽ ഒരു കർഷകനോ കുടിയാനോ പോലും ഇല്ല. ഇതിന്റെ നേതാക്കളായിട്ട് വന്ന ആളുകൾ ആരൊക്കെയാ? ആലി മുസ്ലിയാർ കർഷകനായിരുന്നോ? കുടിയാനായിരുന്നോ? ജന്മവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പാരമ്പര്യമുള്ള ആളാണോ? തിരുരങ്ങാടി മമ്പുറം പള്ളിയുടെ ഖാത്തിബായിരുന്നു ആലി മുസ്ലിയാർ. മക്കയിൽ പോയി മതപഠനം കഴിഞ്ഞ് വന്ന് തിരുരങ്ങാടി മമ്പുറം പള്ളിയുടെ ഖാത്തിബായി ജോലി ചെയ്തിരുന്ന മത നേതാവാണ് ആലി മുസ്ലിയാർ. അയാളാണ് ഇതിന്റെ നേതാവായത്. ആലി മുസ്ലിയാരെയാണ് 1921 ഓഗസ്റ്റ് 22 ഇവർ ആദ്യത്തെ സുൽത്താനായി വാഴിച്ചത്. സുൽത്താൻ ആലി രാജ. ഇവരൊരു രാജ്യം പ്രഖ്യാപിച്ചല്ലോ, ഖിലാഫത്ത് രാജ്യം. ഇപ്പൊ സ്വരാജിനെ പോലെയുള്ള ആളുകൾ അതിന്റെ മലയാള രാജ്യം എന്നൊക്കെ പറയുന്നു. ഒരു തെളിവില്ല. അന്ന് ദൗള എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഖിലാഫത്ത് രാജാണ്. അംബേദ്കറിന്റെ പുസ്തകത്തിൽ അംബേദ്കർ അതിനെ ഖിലാഫത്ത് രാജ് എന്നാണ് വിളിക്കുന്നത്. പോട്ടെ, അതിന്റെ രാജാവായി വാഴിച്ച ഈ സുൽത്താൻ ആലി രാജ മുസ്ലിം മത നേതാവായിരുന്നു? അല്ലെങ്കിൽ വാര്യകുന്നത്ത് കുഞ്ഞാമത് ഹാജി കർഷകനായിരുന്നോ? കുടിയാനായിരുന്നോ? ജന്മവിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പാരമ്പര്യമുള്ള ആളാണോ? ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമായിട്ടുള്ള പറവട്ടി കുടുംബത്തിലെ, പോത്തുവണ്ടികൾ സ്വന്തമായിട്ടുണ്ടായിരുന്ന പറവട്ടി കുടുംബത്തിലെ അംഗമായിരുന്നില്ലേ ഇമ്പിച്ചിക്കോയ തങ്ങൾ? ചെമ്പ്രശ്ശേരി ഇമ്പിച്ചിക്കോയ തങ്ങൾ, അല്ലെങ്കിൽ മൊയ്തു മൗലവി, കൊന്നാറത്തങ്ങൾ, അബൂബക്കർ മുസ്ലിയാർ, മാപ്പിള ലഹളയുടെ കലാപത്തിന്റെ നേതൃസ്ഥാനത്ത് എത്തിയിട്ടുള്ള ഏതൊരാളെ നിങ്ങൾ എടുത്തു നോക്കുക. കർഷകരുടെ ഭാഗത്തു നിന്നോ കുടിയാന്മാരുടെ ഭാഗത്തു നിന്നോ ഒരു പ്രതിനിധി പോലും എന്തുകൊണ്ടാണ് ഈ ലഹളയുടെ നേതൃത്വത്തിൽ ഉണ്ടാവാത്തത്? കാരണം ഇതിൽ കർഷകരുടെ പ്രശ്നമോ കുടിയാന്മാരുടെ പ്രശ്നമോ അതിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു അജണ്ടയായിരുന്നില്ല. ഇത് മതകലാപമായിരുന്നു. ഇത് മതരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കലാപമായിരുന്നു. ഇത് പൂർണ്ണമായി മത നേതൃത്വത്തിന്റെ മേൽനോട്ടത്തിൽ നടന്ന കലാപമായിരുന്നു. ഇദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ MGS നാരായണൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മാപ്പിള ലഹള സത്യവും മിഥ്യയും എന്ന് പറയുന്ന തിരൂർ ദിനേശ് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ MGS നാരായണന്റെ ഒരു പ്രസംഗം അതേപടി ചേർത്തിട്ടുണ്ട്. അതിൽ MGS പറയുന്നുണ്ട്, ഞാൻ ഈ ലഹളയെ പറ്റി വളരെ വിശദമായി പഠിച്ചു. 1921 കാലത്ത് കർഷക പ്രശ്നവുമായി ബന്ധപ്പെട്ടോ കുടിയാൻ പ്രശ്നവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും മുദ്രാവാക്യമോ ഏതെങ്കിലും ഒരു പോസ്റ്ററോ എന്തെങ്കിലും ഒരു ലഘുലേഖയോ ഉയർത്തപ്പെട്ടതായി കണ്ടിട്ടില്ല.
പൂർണ്ണമായും മതപരമായിട്ടുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ലഹളക്കാർ ഉയർത്തിയിരുന്നത്. പിന്നീട് ഇതിനെ കർഷക പ്രക്ഷോഭം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചത് EMS ആണ്. EMS അങ്ങനെ കാര്യങ്ങളെ സൗകര്യാനുസരണം മാറ്റിമറിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഞാൻ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്, എൻ്റെ സ്വന്തം വാചകമല്ല. MGS നാരായണൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നതാണ്, പിന്നീട് ഇതിനെ കർഷക ലഹളയാക്കി മാറ്റുന്നത് EMS ആണ്. EMS അങ്ങനെ സൗകര്യാനുസരണം കാര്യങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ സമ്പ്രദായം കൊണ്ടാണ് ഇത് ഇങ്ങനെയായത്. 1921-ലോ 22-ലോ 23-ലോ ഈ ലഹളയുടെ ഓർമ്മയുള്ള ഒരു തലമുറ ജീവിച്ചിരിക്കുന്നത് വരെയോ ഇത് കർഷക പ്രക്ഷോഭമാണെന്ന് പറയാൻ ഒരാളും ധൈര്യപ്പെട്ടിട്ടില്ല. ഇത് കർഷക പ്രക്ഷോഭമാണെന്നും ജന്മിത്വ പ്രക്ഷോഭമാണെന്നും പറഞ്ഞു തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ? EMSന്റെ ആഹ്വാനവും താക്കീതും വന്ന ഏതുമല്ല, 1945-ൽ. AKGയുടെ മഞ്ചേരി പ്രസംഗം വന്നത് ഏതുമല്ലോ 1945-ൽ. 25 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്, ലഹളയുടെ ഓർമ്മയുള്ള ഒരു തലമുറ പോയതിന് ശേഷമാണ് ഇവർ ഈ പറയുന്ന നരേറ്റീവ് ആരംഭിച്ചു തുടങ്ങിയത്. കാരണം എന്താ? കാരണം ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് ഇവർ ബ്രിട്ടീഷുകാരുടെ പക്ഷത്തായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ പക്ഷത്തായിരുന്നു. ഇതാണ് ഇതിലെ പ്രശ്നം. നമ്മളിതിൽ ഈ കലാപത്തിന്റെ വിഷയത്തിലേക്ക് പോകുമ്പോൾ പല മാനങ്ങളും പല തലങ്ങളും പറയേണ്ടി വരും. ആദ്യം ഈ സ്വന്തമായൊരു നിലപാടില്ലാതെ എല്ലാ കാലത്തും അവരുടെ ബോസായിട്ടുള്ള സോവിയറ്റ് റഷ്യയുടെ നിലപാടിനനുസരിച്ച് തുള്ളുന്ന ശൈലിയാണ്, പാരമ്പര്യമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്നത്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത് സോവിയറ്റ് റഷ്യയും നാസി ജർമ്മനിയും തമ്മിൽ സഖ്യത്തിലായിരുന്നു. അന്ന് നോൺ അഗ്രഷൻ പാക്ട്, പരസ്പരം ആക്രമിക്കാതിരിക്കാനുള്ള ഒരു അനാക്രമണ സന്ധി നാസി ജർമ്മനിയുടെ തലവനായിട്ടുള്ള ഹിറ്റ്ലറും സോവിയറ്റ് റഷ്യയുടെ തലവനായിട്ടുള്ള സ്റ്റാലിനും തമ്മിൽ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ജർമ്മനിക്ക് അനുകൂലമായിരുന്നു. കാരണം സോവിയറ്റ് റഷ്യ ജർമ്മനിക്ക് അനുകൂലമാണല്ലോ. അതുകൊണ്ട് ഇവരും ജർമ്മനിക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് അവരപ്പോൾ ബ്രിട്ടനെതിരായിരുന്നു. പക്ഷേ 1940-ൽ അനാക്രമണ സന്ധി തകർന്നു. നോൺ അഗ്രഷൻ പാക്ട് ഇവര് ജർമ്മനി വയലേറ്റ് ചെയ്തു. അങ്ങനെയാണ് ഓപ്പറേഷൻ ബാർബഡോസ എന്ന് പറയുന്ന ആക്രമണം ഉണ്ടായിരുന്നു. പോളണ്ട് പിടിച്ചെടുത്തു ജർമ്മനി. അതിനെ തുടർന്ന് അനാക്രമണ സന്ധി തകരുകയും റഷ്യ പിന്നീട് ബ്രിട്ടനുമായിട്ട് ആംഗ്ലോ സോവിയറ്റ് പാക്ട് എന്ന് പറയുന്ന പുതിയ പാക്ട് ഉണ്ടാക്കുകയും ചെയ്തു. അതോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് മാറി. അവരപ്പോൾ എന്തായി? അവരപ്പോൾ ജർമ്മനിക്കെതിരായി, ബ്രിട്ടൻ അനുകൂലമായി. ഈ രണ്ടാം ലോക മഹായുദ്ധം തുടർന്ന് വന്ന 40 മുതൽ 45 വരെയുള്ള സമയത്ത് ഇവർ ബ്രിട്ടീഷ് അനുകൂല പക്ഷപാതികളായിരുന്നു. ബ്രിട്ടൻ പക്ഷത്താണ് നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഇവർ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തത്. അതുകൊണ്ടാണ് ബ്രിട്ടനെതിരെ സംസാരിച്ചിരുന്നവരെ മുഴുവൻ ബ്രിട്ടീഷുകാരെക്കാൾ വിരോധത്തോടു കൂടി ഇവർ നേരിട്ടത്. അതിന്റെ ഭാഗമായിട്ടല്ലേ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ജപ്പാന്റെ ചെരുപ്പ് നക്കി ടോജോയുടെ കഴുത എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചത്? അതിന്റെ ഭാഗമായിട്ടല്ലേ ഗാന്ധിയെ ബൂർഷ്വാ ദേശീയവാദി എന്ന് വിളിച്ചത്? അതിന്റെ ഭാഗമായിട്ടല്ലേ ഗവർണർ ജനറൽക്ക് ഈ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഢാങ്കെ കത്തയക്കുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൃത്യങ്ങൾ അവതരിപ്പിക്കാനും നിങ്ങൾക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ 1942-ൽ ദേശാഭിമാനി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസിദ്ധീകരണങ്ങളുടെ വിലക്ക് ബ്രിട്ടൻ നീക്കി കൊടുക്കുന്നത്. ആ സമയത്ത് ഒരു സമ്പൂർണ്ണ ബ്രിട്ടൻ അനുകൂല പക്ഷത്താണ്. പിന്നീട് ഇവര് ബ്രിട്ടനോട് തെറ്റിയത് എപ്പോഴാണ്? രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോഴാണ്. ഈ യുദ്ധാനന്തരം ഉണ്ടായിട്ടുള്ള ഈ ബൗണ്ടി വിഭജിക്കുന്ന കാര്യത്തിൽ തർക്കം ഉണ്ടാവുകയും ലോകം ഒരു ഇരുധ്രുവ ലോകത്തിലേക്ക്, ബൈപോളർ വേൾഡിലേക്ക് മാറുകയും സോവിയറ്റ് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കും USA നേതൃത്വത്തിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും ഉണ്ടാവുകയും ചെയ്തതിന് ശേഷമാണ് ഇവർ ബ്രിട്ടനോട് തെറ്റുന്നത്. അപ്പോഴേക്കും ഇവർക്ക് ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടിരുന്നു, ജനങ്ങളുടെ പിന്തുണ. കാരണം സ്വാതന്ത്ര്യ സമരത്തെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള ബ്രിട്ടൻ പക്ഷപാതികളാണ് ഇവർ എന്നർത്ഥത്തിൽ ആളുകൾ കാർക്കിച്ചു തുപ്പുന്ന അവസ്ഥ വന്നിരുന്നു. ഈ അവസ്ഥ അതിജീവിക്കാൻ സ്വാതന്ത്ര്യം കൈപ്പിടിയിൽ എത്തിയ സമയമായിരുന്നു 1945-46 കാലത്തൊക്കെ. 47 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന എല്ലാവർക്കും അറിയായിരുന്നു. തീയതിയുടെ കാര്യത്തിൽ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമായിരുന്നാണ്. അപ്പൊ ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇത് ഞങ്ങളുടെ പോരാട്ടം കൊണ്ടാണ് കിട്ടിയത് എന്ന് തോന്നിപ്പിക്കാൻ, ഞങ്ങളാണ് ശരിക്കും ഇത് മേടിച്ചതെന്ന് തോന്നിപ്പിക്കാൻ അതിനാടകീയമായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന വലിയ കുറെ പരിപാടികൾ നടത്തി. പുന്നപ്ര വയലാർ സമരമൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടത്തിയതാ. 1945-46 കാലത്താണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഈ തോക്കും പിടിച്ചിരിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ വാരിക്കുന്തവും കൊടുത്ത് വിട്ടത് ഇവർ രക്തസാക്ഷികളാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഞങ്ങൾ ബ്രിട്ടനെതിരെ പോരടിച്ച് നേടിയതാണ് സ്വാതന്ത്ര്യം എന്ന് പറയാനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ലോക്കൽ അപ്രൈസിങ്ങളെ മഹത്വവൽക്കരിക്കുകയും അതിബ്രിട്ടീഷ് വിരുദ്ധത പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയത്. അങ്ങനെയാണ് AKGയുടെ മഞ്ചേരി പ്രസംഗവും EMSന്റെ ആഹ്വാനവും താക്കിയതും വരുന്നത്. 45 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങളുടെ നിലപാടുണ്ടായിരുന്നില്ല. അപ്പോ ഇത് വർഗീയ കലാപമായിരുന്നു ഇവർക്ക് നന്നായിട്ട് അറിയാം. EMSന് പ്രത്യേകിച്ച് പറയാം.
കാരണം EMSന്റെ കുടുംബം വരെ കലാപത്തിൽ നിന്ന് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നാടുവിട്ട് പോയിട്ടുള്ള ആളുകളാണ്. തൃശ്ശൂരിലേക്ക് നാടുവിട്ട് പോവേണ്ടി വന്നിട്ടുണ്ട് EMSന്, ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉൾപ്പെടെ. കാരണം അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടൊന്നുമല്ല ആളുകളെ നേരിട്ടിരുന്നത്, ഹിന്ദു ആണോ എന്നതായിരുന്നു. ഇത് ശരിക്കും ഹിന്ദു വിരുദ്ധ കലാപം എന്ന് പോലും പറയുന്നതിനേക്കാൾ ഇത് അമുസ്ലിം വിരുദ്ധ കലാപമായിരുന്നു. മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം ആക്രമിക്കപ്പെട്ട കലാപമാണ്. 100 കണക്കിന് ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഹിന്ദുക്കൾ മാത്രമാണ് കൊല ചെയ്യപ്പെട്ടതല്ല, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെ അമുസ്ലിങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും ആക്രമിക്കപ്പെട്ടൊരു സംഭവമാണ്. 1920 ആയപ്പോഴേക്കും ഇതിന്റെ നേതൃത്വം പൂർണ്ണമായി മത നേതാക്കളുടെ കയ്യിലായി. 1921 ഓഗസ്റ്റ് 21 കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. നിലമ്പൂർ തിരുമുൽപ്പാടിന്റെ കോവിലകം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. നിലമ്പൂർ തിരുമുൽപ്പാടിന്റെ കോവിലക കൊള്ളയടിക്കുകയും അവിടെ നിന്ന് പിസ്റ്റൾ ഉൾപ്പെടെ മോഷ്ടിക്കുകയും അതിനെതിരെ നിലമ്പൂർ തിരുമുൽപ്പാട് പരാതി കൊടുത്തപ്പോൾ ആ പരാതിയുടെ പേരിൽ തിരുമുൽപ്പാടിനെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോവിലകത്തിലേക്ക് സായുധ മാർച്ച് നടത്തിയതൊക്കെ ആയിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒളിച്ചു താമസിച്ചിരുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മമ്പുറം പള്ളി റെയ്ഡ് ചെയ്ത സമയത്താണ് ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഡൽഹിയിൽ CIA NRC പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് കേരളത്തിൽ 2 ദിവസം പെട്ടെന്നൊരു വാർത്ത പ്രചരിച്ചു. പോലീസ് വെടിവെപ്പ് ഉണ്ടായി, വെടിവെപ്പിൽ ഒരു മുസ്ലിം സഹോദരൻ മരിച്ചു, അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും മയ്യത്ത് നമസ്കാരം നടത്തുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ മയ്യത്ത് നമസ്കാരം നടത്തിയിട്ടുണ്ട് ഡൽഹിയിൽ മരിച്ച ആ സഹോദരന് വേണ്ടിയിട്ട്. പിറ്റേ ദിവസം വാർത്ത വന്നു, ആ വാർത്ത നുണയായിരുന്നു, ഒരാളും മരിച്ചിട്ടില്ല, ഡൽഹിയിൽ അങ്ങനെ ഒരു വെടിവെപ്പ് ഉണ്ടായിട്ടില്ല. ബോധപൂർവം തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ കലാപത്തിലേക്ക് ഇറക്കുന്ന തന്ത്രമാണത്. ആ തന്ത്രം ഇന്ന് തുടങ്ങിയതല്ല, 100 കൊല്ലം മുമ്പ് ഇവിടെയുണ്ട്. കാരണം മലബാർ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് മമ്പുറം പള്ളിക്ക് നേരെ പോലീസ് വെടിവെപ്പ് ഉണ്ടായി, വെടിവെപ്പിൽ ആലി മുസ്ലിയാർ കൊല്ലപ്പെട്ടു. അതിന്റെ ഭാഗമായി മാപ്പിളമാർ തിരിച്ചടിച്ചു, ബ്രിട്ടീഷുകാർ, ജില്ലാ പോലീസ് സൂപ്രണ്ടും മജിസ്ട്രേറ്റും ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷുകാരെല്ലാം ഓടിപ്പോയി, രാജ്യം മുഴുവൻ മാപ്പിളമാരുടെ അധീനതയിലായി, ഇനി നമുക്ക് ആരും പേടിക്കാനില്ല എന്നൊരു തെറ്റായ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ മമ്പുറം പള്ളി ആക്രമിച്ചു, ആലി മുസ്ലിയാർ കൊല്ലപ്പെട്ടു എന്ന് കേട്ടിട്ടാണ് കൂടുതൽ ആളുകൾ ഈ കലാപത്തിലേക്ക് ചാടി ഇറങ്ങുന്നത്. അങ്ങനെ 1921 ഓഗസ്റ്റ് 21 സമ്പൂർണ്ണാർത്ഥത്തിൽ കലാപം തുടങ്ങി. ഓഗസ്റ്റ് 22 ആയപ്പോഴേക്കും ഇവരിത് ഖിലാഫത്ത് രാജ്യമായി പ്രഖ്യാപിച്ചു. ചെറിയ പ്രദേശമല്ല, ഏതാണ്ട് 5200 സ്ക്വയർ കിലോമീറ്റർ വരുന്ന തെക്കൻ മലബാറിന്റെ 40% പ്രദേശമാണ് ലഹളക്കാരുടെ മാത്രം നിയന്ത്രണത്തിലായത്. പൊന്നാനി താലൂക്ക്, വള്ളുവനാട് താലൂക്ക്, ഏറനാട് താലൂക്ക്, കോഴിക്കോട് താലൂക്ക്. ഇതിൽ ഏറനാട് താലൂക്കിലാണ് പ്രധാനമായിട്ടും കലാപം ഉണ്ടായത്. ഏറനാട് താലൂക്കിന് അങ്ങനത്തെ ഒരു പാരമ്പര്യമുണ്ട്, പശ്ചാത്തലമുണ്ട്. ഇതൊരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. ഈ മാപ്പിള ലഹള എന്ന് പറയുന്ന 1921 ഉണ്ടാവുന്നതല്ല. ഇത് 100 കണക്കിന് ലഹളകളുടെ കലാശക്കൊട്ടാണ്. 1800 മുതൽ 1900 വരെയുള്ള സമയത്ത് മലബാറിൽ 50-ലേറെ ലഹളകൾ നടന്നിട്ടുണ്ട്. 1849 കൊളച്ചൽ ലഹള, 1894 മണ്ണാർക്കാട് ലഹള, അങ്ങനെ 100 കണക്കിന് ലഹളകൾ. ഈ ലഹളകൾക്ക് ഇപ്പോൾ വില്യം ലോഗണൊക്കെ മലബാർ മാനുവലിൽ ഹാലിളക്കങ്ങൾ എന്ന് പറയുന്ന പ്രതിഭാസത്തെ പറ്റി പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലം നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ മലബാറിലെ ഹിന്ദു മുസ്ലിം തർക്കങ്ങളുടെ ഒരു ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം തൊട്ട് തുടങ്ങേണ്ടി വരും. 1600-കളിലുള്ള കുഞ്ഞാലി മരക്കാരുടെ ചരിത്രം തൊട്ട് അത്രയും കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ആ ഭാഗങ്ങളെല്ലാം നമുക്ക്. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മാപ്പിള ലഹള എന്ന് പറയുന്ന വിഷയം നമുക്ക് ഒരു പ്രസംഗത്തിന്റെ പരിമിതിയിൽ, ഒരു പരിപാടിയുടെ പരിമിതിക്കുള്ളിൽ പറയാൻ കഴിയുന്നതല്ല. അതിന് ഒരുപാട് തലങ്ങൾ, ഒരുപാട് മാനങ്ങളുണ്ട്. ഞാൻ തന്നെ മാപ്പിള ലഹളയെ പറ്റി 7 സെഗ്മെന്റുകളായിട്ട് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. അതായത് ലഹളയ്ക്ക് മുൻപുണ്ടായിരുന്ന മലബാറിലെ സാഹചര്യം, 1550 മുതൽ 1920 വരെയുള്ള മലബാറിലെ സാഹചര്യം, കുഞ്ഞാലി മരക്കാർ. അതിന് ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു പരമ്പരയാണ്. 4 കുഞ്ഞാലിമാരുണ്ടായിരുന്നു ഈ കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്നതിൽ. ഇതിൽ ആദ്യത്തെ കുഞ്ഞാലി മരക്കാർ കൊച്ചിയിൽ നിന്ന് അഭയം തേടി കോഴിക്കോട് സാമൂതിരിനെ അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഈ ഒന്നാമത്തെ കുഞ്ഞാലി അയാളുടെ നാവികാഭ്യാസത്തിലുള്ള മികവ് കണ്ടിട്ടാണ് കോഴിക്കോട് സാമൂതിരി അയാളുടെ നാവികസേനയുടെ തലവനായിട്ട് ഏൽപ്പിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞാലി മരക്കാരായപ്പോഴേക്കും ഇവർ കുറേ കൂടി ശക്തനും കുറച്ചുകൂടി പ്രതാപവാന്മാരുമായി. 1550 ആയപ്പോഴേക്കും സാമൂതിരി വിചിത്രമായിട്ടൊരു കൽപ്പന പുറപ്പെടുവിച്ചു. തീരദേശ മേഖലയിലുള്ള എല്ലാ ഹിന്ദു കുടുംബങ്ങളിലെയും ഒരു കുട്ടിയെ മാപ്പിളയായിട്ട് വളർത്തണം. എന്തിനാ? നാവികസേനയിൽ ചേർക്കാൻ വേണ്ടി. നാവികസേനയിൽ മാപ്പിളമാർക്ക് മാത്രമേ ഈ ബ്രദർഹുഡും ഈ പറയുന്ന ഐക്യവും ഉണ്ടാവുള്ളൂ എന്ന് കരുതി 1550 കോഴിക്കോട് സാമൂതിരിയുടെ കൽപ്പനയാണ്.
തീരമേഖലകളിലുള്ള എല്ലാ ഹിന്ദു കുടുംബങ്ങളിലെയും ഒരു കുട്ടിയെ മാപ്പിളയായിട്ട് വളർത്തുക. മൂന്നാമത്തെ കുഞ്ഞാലിമരക്കാരുടെ കാലമായപ്പോഴേക്കും കോഴിക്കോട് സാമൂഹിക നാവികസേന മുഴുവൻ മാപ്പിളമാരായി. അന്നത്തെ നാവികസേന എന്ന് പറഞ്ഞാൽ അതാണ് സേന. അന്ന് ഈ പറയുന്ന പോലെ വ്യോമസേന, എയർഫോഴ്സ് ഒന്നുമില്ല. അന്നത്തെ രാജ്യങ്ങളുടെ ശക്തി നിർണയിച്ചിരുന്നത് അവരുടെ നാവികസേനയാണ്. ബ്രിട്ടൻ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായതും നൂറുകണക്കിന് കോളനികൾ ഉണ്ടാക്കിയതും നാവികസേനയുടെ മാത്രം ബലം കൊണ്ടാണ്. അങ്ങനെയുള്ള കോഴിക്കോട് സാമൂഹിക നാവികസേന 1570 മുഴുവൻ മാപ്പിളമാര് മാത്രമുള്ള സേനയായി. നാലാമത്തെ കുഞ്ഞാലിയായ കുഞ്ഞാലിമരക്കാർ നാലാമൻ സ്വയം മാപ്പിള രാജാവായി പ്രഖ്യാപിച്ചു. കോഴിക്കോട് സാമൂതിരിനെ വകവയ്ക്കാതെയായി, കോഴിക്കോട് സാമൂതിരിക്ക് കപ്പം കൊടുക്കാതെയായി. കരം പിരിക്കാൻ വന്ന പ്രവക്തിയാറെ ആക്രമിക്കുകയും അയാളുടെ കയ്യിൽ പശുവിന്റെ മുല ചെത്തി കൊടുത്തയക്കുകയും ചെയ്തു. നമ്മളിപ്പോഴും പറയും എന്താ, കുഞ്ഞാലിമരക്കാർ ധീരദേശാഭിമാനിയായിരുന്നു, പറങ്കികൾക്കെതിരെ പോരാടി പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം നയിച്ചു എന്നാ. യഥാർത്ഥത്തിൽ കുഞ്ഞാലിമരക്കാർ പറങ്കികൾക്കോ പോർച്ചുഗീസുകാർക്കെതിരെ അല്ല പോരാടിയത്. കുഞ്ഞാലിമരക്കാർ പോരാടിയത് കോഴിക്കോട് സാമൂതിരിക്കെതിരെയായിരുന്നു. അന്ന് കോഴിക്കോട് സാമൂതിരിനെ സഹായിക്കാനാണ് പോർച്ചുഗീസുകാർ, കോഴിക്കോട് സാമൂതിരിയുടെ പക്ഷത്ത് നിന്നിട്ടാണ് പോർച്ചുഗീസുകാർ യുദ്ധം ചെയ്തത്. അങ്ങനെ നിവൃത്തിയില്ലാതെ കാരണം സാമൂതിരിയുടെ കപ്പൽപ്പടയില്ല, നാവികസേനയില്ല, നാവികസേന മുഴുവൻ കുഞ്ഞാലിമരക്കാരുടെ കയ്യിലായി. സ്വാഭാവികമായിട്ട് സാമൂതിരിക്ക് വേറെ ഒരു നാവികസേനയെ അഭയം പ്രാപിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ സഹായം ചോദിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെയാണ് പോർച്ചുഗീസ് സേനയുടെ സഹായത്തോടുകൂടി കുഞ്ഞാലിമരക്കാരെ പിടിക്കുന്നതും 1599 ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. കോഴിക്കോട് സാമൂതിരിയാണ് വധിക്കുന്നത്. അന്ന് തൊട്ട് തുടങ്ങുന്ന അതായത് അഭയാർത്ഥിയായി വന്നവരാണെങ്കിൽ പോലും അധികാരവും ബലവും വന്നു കഴിഞ്ഞാൽ സ്വയം മത നേതൃത്വമായി, സ്വയം മതരാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന സംവിധാനം മലബാറിൽ നാലാമത്തെ കുഞ്ഞാലിമരക്കാരുടെ കാലം തൊട്ടെങ്കിലും തുടങ്ങുന്നുണ്ട്. പിന്നീട് 1766 ഹൈദരാലിയുടെ പടയോട്ടം, 1782 മുതൽ 94 വരെ ടിപ്പുവിന്റെ പടയോട്ടം. ഇങ്ങനെ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ മലബാറിൽ ഉണ്ടായിട്ടുണ്ട്. വ്യാപക മതപരിവർത്തനങ്ങൾ, ക്ഷേത്രധ്വംസനങ്ങൾ, കൊള്ളയടിക്കലുകൾ, ഭൂമി ഹിന്ദു ജന്മിമാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് മാപ്പിള കുടിയന്മാർക്ക് കൊടുക്കുന്ന സംഭവം, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. 1799 എന്താ പറയുക, 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു മരിക്കുന്നത്. ബാറ്റിൽ ഓഫ് ശ്രീരംഗപട്ടണം എന്ന് വിളിക്കുന്ന 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ മരണശേഷമാണ് യഥാർത്ഥത്തിൽ മലബാറിലെ ഹിന്ദു ജന്മിമാർ മലബാറിലേക്ക് മടങ്ങി വരുന്നത്. അതുവരെ ഇവർക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇത് മലബാറിലെ കാർഷിക സാഹചര്യങ്ങൾ അട്ടിമറിക്കുന്നുണ്ട്. കാരണം ടിപ്പുവിന്റെ ബലത്തിൽ വളരെ കുറച്ചു കാലം തങ്ങളുടേതല്ലാത്ത ഭൂമി തങ്ങളുടേതായിട്ട് അനുഭവിച്ച മാപ്പിള കുടിയന്മാർക്ക് യഥാർത്ഥ ഹിന്ദു ജന്മികൾ മടങ്ങി വന്നപ്പോൾ ഈ ഭൂമി മടക്കി കൊടുക്കേണ്ടി വന്നു. അവർ ബ്രിട്ടീഷ് കോടതികളിൽ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്ത് 1815 ആയപ്പോഴേക്കും ഇവരുടെ ഭൂമി തിരിച്ചു പിടിച്ചു. ഇതുണ്ടാക്കുന്ന അസ്വസ്ഥത, അസ്വാരസ്യം, വിരോധം, ഇതാണ് ഹാലിളക്കങ്ങൾ എന്ന് പറയുന്ന പ്രതിഭാസമായിട്ട് മലബാറിൽ സംഭവിക്കുന്നത്. ഒരു മാപ്പിള ആദ്യകാല ജിഹാദാണ്. ഒരാള് എന്താ പറയുക, ഒരു ഷഹീദാവും എന്ന് പ്രഖ്യാപിച്ച് വ്രതമെടുത്ത് അനുഗ്രഹമൊക്കെ മേടിച്ച് ചെന്നിട്ട് ഒരാളെ കുത്തിക്കൊല്ലുകയും അതിന്റെ പേരിൽ പോലീസിനോട് ഏറ്റുമുട്ടി സ്വയം മരിക്കുകയാണ്. ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങൾ 1920 വരെ മലബാർ നടക്കുന്നുണ്ട്. 100ഓളം കലാപങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ കൾമിനേഷനാണ് 1921 നടക്കുന്നത്. പക്ഷേ 1921 എത്തിയപ്പോൾ വ്യത്യാസം എന്തായിരുന്നു? 1921 എത്തിയപ്പോൾ വ്യത്യാസം ഇത് വളരെ സംഘടിതമായി, വളരെ ഓർഗനൈസ്ഡ് ആയി, വളരെ സംഘബലത്തോടെ നടത്താൻ ഇവർക്ക് സാധിച്ചു. മുന്നേയും മലബാറിൽ വർഗീയതയുണ്ട്, മതഭ്രാന്തമുണ്ട്, കൊല്ലാൻ ആഗ്രഹിക്കുന്ന മാപ്പിളമാരുണ്ട്. പക്ഷെ എന്തായിരുന്നു, ഇവർക്ക് സംഘാടനം ഉണ്ടായിരുന്നില്ല, ഇവർക്ക് ഓർഗനൈസിങ് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസും ഈ ഖിലാഫത്തും ചെയ്തത് എന്നതാണ്, ഈ മതഭ്രാന്തന്മാരെ ഒരു പൊതുവേദിയിലേക്ക് കൊണ്ടുവന്ന് ഇവർക്ക് സംഘടിതമായി കലാപം നടത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തു. അതാണ് നമ്മൾ 1921 എത്തുമ്പോൾ കാണുന്ന വ്യത്യാസം. വലിയ സ്കെയിലിൽ ഏതാണ്ട് 5200 സ്ക്വയർ കിലോമീറ്റർ ഏരിയ പിടിച്ചെടുത്തുകൊണ്ട് അതൊരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഒരു സുൽത്താനെ വാഴിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് 1921 ഓഗസ്റ്റ് 22 മുതൽ നടക്കുന്നത് ഈ ഖിലാഫത്ത് രാജ്യം അവസാനിക്കുന്ന എപ്പോഴാണ്? വാര്യകുന്നനെ പോലെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് 1922 ജനുവരി 5-നാണ്. ജനുവരി 20-ാം തീയതിയാണ് ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. ഈ ഓഗസ്റ്റ് മുതൽ ജനുവരിയുള്ള 6 മാസം ആരുടെ ഭരണത്തിലാണ് മലബാർ? ശരിയ നിയമത്തിന്റെ ഭരണത്തിലാണ്, ഇസ്ലാമിക ഭരണത്തിലാണ്. ആലി മുസ്ലിയാരെയും വാര്യകുന്നനെയും പോലെയുള്ള മതഭ്രാന്തന്മാരുടെ ഭരണത്തിലായിരുന്നു ആ സമയത്ത് മലബാർ. ആ സമയത്ത് നടന്നിട്ടുള്ള സംഭവങ്ങളാണിത്. മതം മാറാൻ വിസമ്മതിച്ച ആളുകളെല്ലാം കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. സ്ത്രീകൾ വ്യാപകമായി മാനഭംഗത്തിന് വിധേയരായി. വീടുകളും തറവാടുകളും കൊള്ളയടിക്കപ്പെട്ടു, ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. ഇത് മലബാറിലെ നാട്ടാചാരമായി മാറി. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മളിപ്പോഴും പറയും. മലബാർ കലാപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു സാധനം തൂവൂർ കിണറാണ്. 39ഓളം ആളുകളെ തൂവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കിണറ്റിലേക്ക് കഴുത്ത് വെട്ടി തള്ളിയിട്ടുള്ള സംഭവം നമുക്കറിയാം.
അപ്പൊ നമ്മൾ വിചാരിക്കും മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് ആളുകളെ കിണറ്റിലേക്ക് വെട്ടി തള്ളിയിട്ടുള്ള സംഭവം ഈ തുവ്വൂർ സംഭവം മാത്രമാണ്. തുവ്വൂർ എന്ന് പറയുന്നത് മലബാറിലെ ഒരു കിണർ മാത്രമാണ്. ഇങ്ങനെ 100 കണക്കിന് കിണറുകൾ മലബാറിലുടനീളമുണ്ട്. തുവ്വൂർ കിണറിനേക്കാൾ കൂടുതൽ ആളുകളെ വെട്ടിയിട്ട കിണറാണ് കോഴിക്കോടുള്ള മുതുമനയിലെ കിണർ, മുതുമന ഇല്ലത്തെ കിണർ. ഈ തുവ്വൂർ സംഭവം നടത്തിയത് ചെമ്പ്രശ്ശേരി ഇമ്പിച്ചിക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണെങ്കിൽ മുതുമന കൂട്ടക്കൊല നടത്തുന്നത് അബൂബക്കർ മുസ്ലിയാർ എന്ന അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ്. മുതുമന എന്ന് പറയുന്ന ഒരു ഇല്ലമായിരുന്നു. അവിടുത്തെ സർപ്പക്കാവാണ് കൊലപാതകക്കളമായി തെരഞ്ഞെടുത്തിരുന്നത്. അതിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് തിരൂർ ദിനേശിന്റെ പുസ്തകത്തിൽ. ഈ സർപ്പക്കാവിലെ ഈ ചിത്രോടക്കല്ല് ഉണ്ടല്ലോ, പാമ്പിന്റെ കല്ല്, ഇതിന്റെ മുകളിൽ കാല് കയറ്റി വെച്ച് ഈ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ഹിന്ദുക്കളെ ഈ ഇല്ലത്ത് കൊണ്ടുവന്ന് സർപ്പക്കാവിന് മുമ്പിൽ വെച്ച് വിചാരണ നടത്തുകയും അവരെ ശിക്ഷ വിധിക്കുകയും അവരെ കഴുത്ത് വിട്ട് കെട്ടിൽ തള്ളുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. 45ഓളം ആളുകളെയാണ് മുതുമന ഇല്ലത്തെ കെട്ടിൽ തള്ളിയത്. പോട്ടെ, നിലമ്പൂർ റാണി ലേഡി റീഡിങ്ങിന് അയക്കുന്ന ഒരു കത്തുണ്ട്. അന്നത്തെ നിലമ്പൂരിലെ ലേഡി ഓഫ് നിലമ്പൂർ, അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് റീഡിങ്ങിന്റെ ഭാര്യയായിട്ടുള്ള കൗണ്ടസ് ഓഫ് റീഡിങ്ങിന് അയക്കുന്ന കത്തുണ്ട്. മലബാർ ലഹളയിലെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ നിലമ്പൂർ റാണി പറയുന്നുണ്ട്, കിണറുകൾ തോറും ജഡങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. അഴുകിയ ജഡങ്ങളുടെ ഗന്ധം കൊണ്ട് ഞങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒരു കിണറല്ല, നാട്ടിലെ കിണറുകൾ തോറും ജഡങ്ങൾ കുന്നുകൂടി അത് അഴുകി ഗന്ധം വരുന്നു എന്നാണ് പറയുന്നത്. തുവ്വൂർ കിണറിൽ നിന്ന് ദിവസങ്ങളോളം ആളുകളുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. പണ്ഡിറ്റ് ഋഷിറാം 30 തലയോട്ടി എണ്ണി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്ന സംഭവങ്ങൾ, ഈ ഇതേപോലെ എത്രയോ അതിക്രമങ്ങളുണ്ട്. പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് പറയാൻ പ്രയാസമാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അട്രോസിറ്റീസ് എന്ന് പറയുന്ന അധ്യായത്തിൽ തന്നെ നിരവധി സംഭവങ്ങൾ പറയുന്നുണ്ട്. ഈ നന്നമ്പ്ര അതിക്രമം എന്ന് പറയുന്ന സംഭവത്തിൽ ഈ നാരായണൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ വീട് അയാൾ അത്രയും കാലം സംരക്ഷിച്ചിട്ടുള്ള അയാളുടെ കാര്യസ്ഥന്മാരും കുടിയാന്മാരുമായും ആണ് ആക്രമിക്കുന്നത്. അയാളുടെ മുന്നിൽ വെച്ചിട്ടാണ് അയാളുടെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നത്. ആനി ബസന്റ് എഴുതിയിട്ടുള്ള ലേഖനമുണ്ട്, മലബാർ അഗണി എന്ന് പറയുന്ന, ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ആനി ബസന്റിന്റെ മലബാർ അഗണി എന്ന് പറയുന്ന ലേഖനത്തിൽ 2 സംഭവങ്ങൾ പറയുന്നുണ്ട്. മേലാറ്റൂരുള്ള നായർ സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരുടെയും സഹോദരന്മാരുടെയും മുന്നിൽ വെച്ച് വിവസ്ത്രകളാക്കി ബലാത്സംഗം ചെയ്ത സംഭവം. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ ഗുജറാത്ത് കലാപത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞ കള്ളത്തരം യഥാർത്ഥത്തിൽ ഉണ്ടായ സംഭവം. ഒരു സ്ത്രീയെ വയറ് പിളർന്ന് ആ സ്ത്രീയുടെ വയറ്റിൽ നിന്ന് ഭ്രൂണം പുറത്തേക്ക് വരുന്ന രീതിയിൽ കൊലപ്പെടുത്തി റോഡരികിൽ ഉപേക്ഷിച്ച സംഭവം. ഇത് രണ്ടും ആനി ബസന്റ് എഴുതിയിട്ടുള്ള മലബാർ സഗണി എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അതേപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം, പാകിസ്ഥാൻ അഥവാ ഇന്ത്യ വിഭജനം, അതിൽ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്, അനിയന്ത്രിതവും കിരാതവുമായ കാട്ടാളത്തം എന്നാണ് അംബേദ്കർ എന്നെ വിശേഷിപ്പിക്കുന്നത്. ഇവര് ബ്രിട്ടീഷുകാരോടുള്ള വിരോധം കൊണ്ട് ചെയ്തൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാം, പക്ഷെ സ്വന്തം ഹിന്ദു സഹോദരന്മാരോട് ഇവര് ചെയ്ത കാട്ടാളത്തം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് ബി ആർ അംബേദ്കർ പറയുന്നത്. അതിനേക്കാൾ രൂക്ഷമായിട്ടാണ് ആനി ബസന്റ് പറയുന്നത് ഗാന്ധി ഷുഡ് ബി ബ്രോട്ട് ടു മലബാർ എന്ന് പറയുന്നത്. ഗാന്ധിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. അയാളുടെ തെറ്റായിട്ടുള്ള കണക്കുകൂട്ടലിന്റെ ദുരന്തം അനുഭവിച്ച ജനങ്ങളുടെ അവസ്ഥ കണ്ടു മനസ്സിലാക്കാൻ, ഇയാളുടെ തെറ്റായിട്ടുള്ള കണക്കൂട്ടൽ എന്താണ് മലബാറിലെ സാധാരണക്കാരോട് ചെയ്തത് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ ഗാന്ധിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് ആനി ബസന്റ് പറയുന്നുണ്ട്. ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം, ആ പുസ്തകത്തിന്റെ അപ്പൻഡിക്സ് മുഴുവൻ മലബാർ കലാപത്തിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങളുടെ വിവരണങ്ങളാണ്. ഇതുപോലെ 100 കണക്കിന് രേഖകൾ, 100 കണക്കിന് തെളിവുകൾ നമ്മൾ അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ 100 കണക്കിന് തെളിവുകൾ ലഭ്യമാണ്. ഇവരുടെ കയ്യിലുള്ള തെളിവെന്ന് പറയുന്നത് മറ്റേ IV ശശി സംവിധാനം ചെയ്തിട്ടുള്ള 1921 എന്ന് പറയുന്ന മമ്മൂട്ടി സിനിമയുടെ കഥയാണ്. ആ സിനിമയിലെ ഡയലോഗുകളൊക്കെയാണ് ആധികാരികമായിട്ടുള്ള വാര്യകുന്നന്റെയൊക്കെ തെളിവായിട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സിനിമാ തിരക്കഥകളല്ല. യഥാർത്ഥത്തിൽ കുമാരനാശാന്റെ ദുരവസ്ഥ, അതല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ള 2 നോവലിസ്റ്റുകൾ, SK പൊറ്റേക്കാട്, ഒരു ദേശത്തിന്റെ കഥ, ജഗള എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ ഉണ്ട് അതിൽ. അതേപോലെ തന്നെ തകഴിയുടെ കയറിൽ സാവിത്രി അന്തർജനം എന്ന് പറയുന്ന സ്ത്രീ മലബാർ കലാപത്തിന്റെ അതിക്രമങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഇത് 2 ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അതേപോലെ എത്രയോ തെളിവുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇനി പോട്ടെ ഔദ്യോഗിക രേഖകൾ, ഹിച്ച്കോക്കിനെ പോലെ അന്നത്തെ മലബാർ പോലീസ് സൂപ്രണ്ടായിരുന്ന ഹിച്ച്കോക്ക് അയാളുടെ ഒഫീഷ്യൽ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള റിപ്പോർട്ട് ഓഫ് മലബാർ റെബല്യൻ 1921 എന്ന് പറയുന്ന പുസ്തകമുണ്ട്, എ ഹിസ്റ്ററി ഓഫ് മലബാർ റെബല്യൻ 1921. അതിലിവർ ഈ കൊട്ടിഘോഷിക്കുന്ന വാര്യകുന്നനെ പോലെയുള്ള ആളുകളൊക്കെ ആരായിരുന്നു എന്ന് ഇയാളുടെ ഈ രേഖകൾ കൊണ്ട് ഹിച്ച്കോക്ക് പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്നില്ല വാര്യകുന്നൻ ഭയങ്കര ധീരദേശാഭിമാനിയായിരുന്നു.
പാണ്ടിക്കാട് ചന്തയിൽ പിടിച്ചുപറിയും മോഷണവുമായി നടന്നിരുന്ന ഒരു ലോക്കൽ ക്രിമിനലായിരുന്നു വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നാണ് ഹിച്ച്കോക്കിന്റെ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. 1894 മണ്ണാർക്കാട് ലഹളയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒന്നുകിൽ വെടിവെച്ച് വന്നവരോ അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടവരോ ആണ് അയാളുടെ കുടുംബത്തിലെ മുഴുവൻ പുരുഷന്മാരും. ഇയാളുടെ അച്ഛൻ മൊയ്തീൻകുട്ടി ഹാജി ആൻഡമാനിലേക്ക് നാട് കടത്തപ്പെട്ട ആളാണ്. ഇയാളുടെ സഹോദരൻ വാര്യംകുന്നത്ത് കുന്നംകുട്ടി ഹാജി കൊള്ളയടിച്ച സമ്പാദ്യം വിഭജിക്കുന്നതിൽ തങ്ങളുടെ പങ്ക് കൂടി അമ്മാവനായുള്ള തൊണ്ടിയിൽ ഐദ്രു കൈവശപ്പെടുത്തി എന്ന് പറഞ്ഞ് അമ്മാവനെ കൊന്ന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് ഇയാളുടെ സഹോദരൻ. ഈ പാണ്ടിക്കാടിലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനലുകളുടെ കൂടെയാണ് ഇയാളുടെ ബാല്യകാലം ചെലവഴിച്ചത് എന്ന് ഹിച്ച്കോക്ക് പറയുന്നു. ഇയാളുടെ ആദ്യത്തെ രംഗപ്രവേശം, പൊതുമധ്യത്തിലേക്ക് ഇയാളുടെ വരവ് 1909 പാണ്ടിക്കാട് ചന്തയിൽ വെച്ച് പാലക്കാട് മൂത്താന്മാരുടെ സ്വർണം കവർന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. പാലക്കാട് മൂത്താന്മാരുടെ സ്വർണം പാണ്ടിക്കാട് ചന്തയിൽ വെച്ച് പിടിച്ചു പറിച്ച കേസ്. അതേ വർഷം തന്നെ നിലമ്പൂര് വെച്ച് തീവണ്ടി കൊള്ള കേസ്, തപാൽ വണ്ടി കൊള്ളയടിച്ചൊരു കേസ്. ഈ 2 കേസുകളിലെ പ്രതിയായിട്ടാണ് ഇയാൾ ആദ്യ രംഗപ്രവേശം ചെയ്യുന്നത്. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതായപ്പോൾ ഇയാൾ മക്കയിലേക്ക് നാടുവിട്ടുപോയി 1909. പിന്നെ ഇയാൾ മക്കയിൽ നിന്ന് മടങ്ങി വരുന്ന 1914 ഇയാൾ നല്ല നടപ്പ് നടന്നുകൊള്ളാമെന്ന് പറഞ്ഞിട്ടായിരുന്നു നടന്നിരുന്നത്. ഇയാൾ വളരെ ഭീരുവായിരുന്നു. യാതൊരു കാര്യങ്ങളും ഇടപെട്ടിരുന്ന ആളല്ല. കെ മാധവൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം ഖിലാഫത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഖിലാഫത്ത് തുർക്കിയുടെ വിഷയമാണ്, ഇന്ത്യയുടെ വിഷയമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഇയാൾ ചെയ്തത്. അതിനുശേഷം മമ്പറം പള്ളി ആക്രമിക്കപ്പെട്ടു, ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം തുടങ്ങി, മാപ്പിളമാരുടെ ഭരണമായി എന്ന് കേട്ടപ്പോൾ മതിമറന്ന് കലാപത്തിലേക്ക് എടുത്തു ചാടിയിട്ടുള്ള ഒരു വർഗീയ ഭ്രാന്തനായിരുന്നു ഇയാളായിരുന്നു ആ കാലഘട്ടത്തിൽ മലബാറിലെ ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു ക്രൂരമുഖം എന്നെല്ലാം ഹിച്ച്കോക്ക് പറയുന്നുണ്ട്. മാത്രമല്ല ഇയാളിപ്പോ എൻ്റെ നെഞ്ചത്തേക്ക് തന്നെ വെടിവെക്കൂ, എൻ്റെ കണ്ണ് കെട്ടരുത്, എനിക്ക് ഈ മണ്ണിൽ തന്നെ മുഖമമർത്തി മരിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ സുഡാപ്പി സാഹിത്യം വിക്കിപീഡിയയിലും മറ്റ് ഫേസ്ബുക്കിലൊക്കെ എഴുതി നിറയ്ക്കുന്നുണ്ടല്ലോ. ശരിക്കും എന്താ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി പോലീസുകാരോട് പറഞ്ഞത്? വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സ്റ്റേറ്റ്മെന്റ്, ഹിച്ച്കോക്കിന് മുമ്പിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റും അയാളുടെ പുസ്തകത്തിലുണ്ട്. അയാൾ പറയുന്നത്, എനിക്ക് ഖിലാഫത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞാൻ എന്താ പറയുക അബദ്ധത്തിൽ ലഹളക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയതാണ്. എന്നെ മാധവൻ നായരുടെ കൂടെ മഞ്ചേരി ചന്തയിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ ലഹളക്കാരനാണെന്ന് തെറ്റിദ്ധരിച്ച് എൻ്റെ പേരിൽ തെറ്റായി പുറപ്പെടുവിച്ച വാറന്റ് പിൻവലിക്കണമെന്ന് സാഹിബിനെ കണ്ട് പറയാൻ വന്നതായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ അബദ്ധത്തിൽ ലഹളക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോയതാണ്. ഈ കലാപവുമായിട്ടോ ഈ സംഭവമായിട്ടോ എനിക്കൊരു ബന്ധമില്ല. ഇവർ ഈ ചെയ്തതൊന്നും ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിച്ചിട്ട് എന്നെ വെറുതെ വിടണം. ഇതാണ് വെടിയുണ്ട നെഞ്ചേറ്റിയ ധീരത എന്നൊക്കെ പറഞ്ഞിട്ട് കൊട്ടിഘോഷിക്കുന്നത്. സത്യത്തിൽ ഭീരുക്കളായ മതഭ്രാന്തന്മാരായ വർഗീയവാദികൾ നടത്തിയിട്ടുള്ള ഒരു ഭ്രാന്തൻ കലാപമായിരുന്നു, ഒരു ഹിന്ദു വംശഹത്യയായിരുന്നു മലബാറിൽ നടന്നത്. അതിൽ നമ്മൾ പറയുന്നത് അത് ആഘോഷിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. 10,000-കണക്കിന് ആളുകളെ കൊന്ന ശേഷം ആ കൊന്നതൊരു വീരപ്രവൃത്തിയായിരുന്നു എന്നും കൊല്ലപ്പെട്ടവരൊക്കെ എന്തുകൊണ്ടും കൊല്ലപ്പെടാൻ അർഹരായിരുന്നു എന്നും ഈ കൊന്നു തള്ളിയിട്ടുള്ള ഞങ്ങളുടെ പൂർവികന്മാർ ഭയങ്കര ധീരദേശാഭിമാനികളാണെന്നും പറയുകയും ഇവരുടെയൊക്കെ ജന്മദിനവും ചരമദിനവും കൊണ്ടാടുന്നത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ കൊണ്ടാടുകയും ഈ ആഘോഷത്തിൽ നമ്മൾ പങ്കെടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്, ഇവരെയൊക്കെ വീരേതിഹാസങ്ങൾ വിവരിച്ചുകൊണ്ട് ഇവരുടെ കൊലപാതക മികവും ക്രൗര്യതയുടെ പ്രദർശനവും ഒക്കെ വലിയ തിരശീലയിൽ ഇവർ അരങ്ങേറ്റുന്നത് നമ്മൾ കണ്ട് സഹിക്കണം എന്ന് പറയുന്നത്, അത് മനുഷ്യരുടെ ആത്മാഭിമാനത്തെ കുത്തിമുറിവേൽപ്പിക്കുന്ന പരിപാടിയാണ്. ഉണങ്ങിത്തുടങ്ങുന്ന മുറിവുകളിൽ ഉപ്പ് പുരട്ടുന്ന പ്രകോപനമാണ്. അത്തരത്തിലുള്ള പരിപാടികൾക്ക് മുതിരരുത് എന്നാണ് പറയുന്നത്. മലബാർ കലാപത്തിന് എന്തെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടെങ്കിൽ അത് മലബാറിൽ ഒരു നൂറ്റാണ്ട് മുൻപ് നടന്ന ഹിന്ദു വിരുദ്ധ വംശഹത്യ എന്നാണ്. ആ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട്. ഇതിൽ പങ്കെടുത്തവരുടെ എല്ലാം മനോഭാവം എന്തായിരുന്നു, ഇവരുടെ എല്ലാം എന്താ പറയുക, ഇവരുടെയൊക്കെ നിലപാടുകൾ എന്തായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ഇതെല്ലാം എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും എങ്ങനെയെല്ലാം മാറ്റിമറിക്കാൻ ശ്രമിച്ചാലും ഇതൊന്നും ചരിത്രത്തിൽ നിന്ന്, ആ ചോരപ്പാടുകളെ ചരിത്രത്തിൽ നിന്ന് വായിച്ചു കളയാൻ സാധിക്കില്ല. ആ മുറിവുകളെ മനുഷ്യരുടെ മനസ്സുകളിൽ നിന്ന് പിഴുതു മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇതിനെ വളച്ചൊടിക്കാനും ഇതിനെ സാമ്രാജ്യത്വ പ്രക്ഷോഭമാക്കി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തുറന്നു കാട്ടുക തന്നെ വേണം. അടുത്ത തലമുറയെങ്കിലും ഈ തെറ്റുകൾ പഠിക്കാതിരിക്കാൻ. ഞാൻ എപ്പോഴും ഈ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ള കാര്യമുണ്ട്. ഈ ചെറിയ കുട്ടികളൊന്നും ഇല്ല ഇവിടെ. നമ്മൾ ചെറിയ കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കണം, തൂർ കിണറെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാം? ഒരാൾക്കും അറിയണ്ടാവില്ല. മുതുമന സംഭവം എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് അറിയാം? ഒരാൾക്കും അറിയണ്ടാവില്ല. പക്ഷെ അതേ കുട്ടിയോട് നിങ്ങൾ വേഗൻ ട്രാജഡിയെ പറ്റി ചോദിച്ചു നോക്കൂ. വേഗൻ ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത് ഒരു 5ാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്.
സാമ്രാജ്യത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയ പോരാടിയ ധീര മാപ്പിളമാരെ ഒരു തീവണ്ടിക്കുള്ളിൽ കുത്തി നിറച്ച് കൊന്നു എന്ന കഥ എല്ലാ കുട്ടികളും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ 40 പേരെ മതം മാറാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ കഴുത്ത് വെട്ടി കിണറ്റിൽ തള്ളിയിട്ടുള്ള തുവൂർ കിണറിനെ പറ്റി ഇവിടെ ഒരാളും പഠിക്കുന്നില്ല. നമ്മുടെ ചരിത്രം നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. അത് എത്രത്തോളം പക്ഷപാതപരമാണെന്ന് നോക്കൂ. അതെങ്ങനെയാണ് വേട്ടക്കാരന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഇരകളെ അപഹസിക്കുന്നതെന്ന് നോക്കൂ. ഈ അനുഭവം നമ്മുടെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ വരും തലമുറയെങ്കിലും അവരുടെ പൂർവികരെ കൊന്നിട്ടുള്ള കൊലയാളികളെ, മതഭ്രാന്തന്മാരെ മാലയിട്ട് ആദരിക്കുന്നത് കാണേണ്ട ഗതികേട് ഉണ്ടാവാതിരിക്കാൻ സത്യം എന്താണെന്ന് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും അത് തലമുറകളിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത നിറവേറ്റാനാണ് നമ്മൾ ഈ വേദിയിൽ സംഘടിച്ചിട്ടുള്ളത്. അത് ഇന്ന് ഈ വേദിയിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടും നമുക്ക് ഈ ചരിത്രം കൂടുതൽ ശക്തിയോടെ, കൂടുതൽ മിഴിവോടെ, കൂടുതൽ തെളിച്ചത്തോടെ കൂടുതൽ ആളുകളിലേക്ക് പറയേണ്ടതുണ്ട്. അംഗീകരിക്കപ്പെടും വരെ, സമ്മതിച്ചു തരും വരെ, അത് ആഘോഷിക്കാതാവുന്ന ദിവസം വരെയെങ്കിലും നമ്മളിത് ഉറക്കെ പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും നമസ്കരിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി വിശ്വനാഥനെ ക്ഷണിച്ചിരുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് മുന്നേ നമ്മുടെ പൂർവികരെ അഭിമുഖീകരിച്ച ഒരു ഭീകരതയുടെ യഥാർത്ഥ മുഖം ഇവിടെ അനാവരണം ചെയ്ത് കാണിച്ചു തരികയാണ് ശ്രീ ശങ്കുട്ടി ദാസ് ഇവിടെ നിർവഹിച്ചത്. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ചരിത്ര സത്യത്തെ പരിചയപ്പെടുത്തി തന്നതിന് അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച ശ്രീധരൻ മാസ്റ്റർ ചുമതലയുടെ ഭാഗമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. സ്വാഗതം പറഞ്ഞ രാജേഷ്, അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ ചരിത്ര സ്നേഹികളോടും മീഡിയ പ്രവർത്തകരോടും ഇതിന് ശബ്ദവും പ്രകാശവും തന്ന് സഹായിച്ച ശാസ്ത്ര സൗണ്ടിനും ഓഡിറ്റോറിയം അനുവദിച്ച ലക്ഷ്മി ഓഡിറ്റോറിയം മാനേജ്മെന്റിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. യോഗം അവസാനിച്ചിരിക്കുന്നു. La finish ചെയ്താൽ മതി.